السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അയാൾ ശ്രദ്ധ കാണിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് അള്ളാഹു ദീനിൽ അവഗാഹം നൽകുന്നതാണ്. ദീൻ പഠിക്കുന്ന മാർഗത്തിലേക്ക് ഒരാൾ കാലെടുത്തു വെക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിലെ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, മസ്ജിദിലേക്ക് ദീൻ കേൾക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു കിതാബ് വായിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു ഇൽമ് നേടാനുള്ള ഒരു മാർഗത്തിൽ, ഏതൊരു മാർഗമാകട്ടെ, അതിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നോക്കൂ, ഒരാൾ ഇൽമ് കുറേ തേടി പിടിച്ചാൽ, വലിയ പണ്ഡിതനായാൽ, ധാരാളം വിവരങ്ങൾ കരസ്ഥമാക്കിയാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുമെന്നല്ല. മറിച്ച് മൻ സലക തരീഖൻ, ഒരാൾ ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അതിലേക്ക് പ്രവേശിച്ചു എന്നതിലൂടെ തന്നെ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനി പഠനം എന്നത് മരണം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും ഫോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസിൻ്റെ ഒരു ഭാഗം കേൾക്കുക എന്നതല്ല ദീനി പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിവരമുണ്ടായിരിക്കണം, വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. ഖുർആൻ ഓതാനും അതിലെ പ്രധാനപ്പെട്ട സൂറത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് വരെ അള്ളാഹു കൽപ്പിച്ച കാര്യം എന്താണ്? സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നബിയെ അങ്ങ് പഠിക്കണം. ആരോടാണ് ഈ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ പറയുന്നത്. എപ്പോഴാണ് ഇത് പറയുന്നത്? സൂറത്ത് മുഹമ്മദ് അവതരിക്കുന്നത് മദീനയിലാണ്, ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഷഹാദത്ത് കലിമയിലേക്ക് ജനങ്ങളെ ആവർത്തിച്ച് ക്ഷണിക്കുകയും അതിനുവേണ്ടി പ്രയാസങ്ങൾ നേരിടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനു വേണ്ടി കൊല്ലപ്പെടുകയും, അങ്ങനെ മക്കയിൽ നിൽക്കാൻ സാധിക്കാത്തവണ്ണം പ്രയാസങ്ങൾ കഠിനമാവുകയും, വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് അവർ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തുകയും ചെയ്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. നോക്കൂ, ആ വിഷയത്തിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നോക്കൂ.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടാണ് ഇത് പഠിക്കാൻ പറയുന്നത് എങ്കിൽ നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി എത്ര വലിയ ബന്ധമുണ്ടായിരിക്കണം, അതിനോട് നമുക്ക് എത്രമാത്രം അടുപ്പമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എൻ്റെ ബാധ്യത എന്താണ്? അവിടുത്തോടുള്ള എൻ്റെ കടപ്പാടുകൾ എന്തൊക്കെയാണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത് നമുക്ക് അറിഞ്ഞിരിക്കണം. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അത് അറിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഒരു ഏകദേശ വിശദീകരണം മനസ്സിലാകാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന് ഈ സദസ്സിൽ ഇൻഷാ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും അവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന കാര്യം, ഒന്നാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. അതാണ് ഒന്നാമത്തെ വസിയ്യത്ത്, അതാണ് ഒന്നാമത്തെ കൽപ്പന. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, മുസ്ഹഫ് നിങ്ങൾ എടുത്തു മറിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ, അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതി തുടങ്ങുമ്പോൾ ഖുർആനിൽ മുസ്ഹഫിൽ ആദ്യമായി കാണുന്ന കൽപ്പന തൗഹീദിന്റെ കൽപ്പനയാണ്. അതിനു മുൻപ് മുസ്ഹഫിൽ മറ്റൊരു കൽപ്പനയില്ല. കൽപ്പന സ്വരത്തിൽ ഇതിനു മുൻപ് മറ്റൊരു ആയത്തില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം നിങ്ങൾ നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് നൽകുക, അവനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക, അവനോട് മാത്രം നിങ്ങൾ സഹായത്തേട്ടം നിർവഹിക്കുക. ഇബാദത്ത എന്തൊരു കാര്യമുണ്ടോ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇബാദത്ത് എന്ന് പഠിപ്പിക്കപ്പെട്ട എന്തൊരു വിഷയമുണ്ടോ അതൊക്കെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുക. സൂറത്തുൽ ബയ്യിനയിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കാര്യം എന്താണ്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ പരിപൂർണമായി അള്ളാഹുവിന് മാത്രം നൽകുക എന്നതല്ലാതെ മറ്റൊന്നും അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മോട് കൽപ്പിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൽപ്പന അതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, വമാ ഖലഖ്തു, ഞാൻ അവരെ പഠിച്ചിട്ടേ ഇല്ല, എന്തിനു വേണ്ടിയല്ലാതെ, ഇല്ലാ ലിയഅ്ബുദൂൻ, അവരെന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സർവ്വ നബിമാരെയും പറഞ്ഞയച്ചത് തൗഹീദിനു വേണ്ടിയാണ്. എല്ലാ നബിമാരും, എത്രയെല്ലാം നബിമാർ അള്ളാഹു അവരെ നിയോഗിച്ചിട്ടുണ്ട്, ആ നബിമാരെല്ലാം വന്നത് തൗഹീദ് പറയാനാണ്. നിങ്ങൾ സൂറത്ത് ഹൂദ് എടുത്തു നോക്കൂ. ഓരോ നബിമാരുടെയും ചരിത്രം അള്ളാഹു ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, അവരെല്ലാം തങ്ങളുടെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. എല്ലാവരും അവരുടെ നബിയോട് പറയുന്ന വാക്കഥ, അവരുടെ ജനതയോട് പറഞ്ഞ വാക്കഥ, യാ ഖൗം, എൻ്റെ ജനങ്ങളെ, യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. നോക്കൂ, വലിയ അതിക്രമികളായിരുന്നു ഹൂദ് നബിയുടെ ജനത. അതുപോലെ തന്നെ ലൂത്ത് നബിയുടെ ജനതയിൽ വലിയ അസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല നബിമാരുടെയും നാടുകളിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നിലനിന്നിരുന്നു. അളവിലും തൂക്കത്തിലും കുറവ് കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അതിക്രമങ്ങൾ പ്രവർത്തിച്ചിരുന്നവരുണ്ടായിരുന്നു. ഈ ജനങ്ങളിലേക്കെല്ലാം നിയോഗിക്കപ്പെട്ടപ്പോൾ നബിമാർ അവരുടെ ജനതയോട് ആദ്യം പറയുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്? ഉഅ്ബുദു റബ്ബക്കും. ഒന്നാമത്തെ കൽപ്പന അതാണ്. അതൊരു മുസ്ലിമായ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ആരംഭിക്കുന്നത് തൗഹീദിലാണ്. തൗഹീദ് ഇല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാര്യം. ഏതു പ്രശ്നം പരിഹരിക്കാനുമുള്ള വഴി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിലേക്ക് വന്നെത്തുമ്പോൾ എന്താണ് ആ നാട്ടിന്റെ അവസ്ഥ? ഇവിടെ വ്യഭിചാരം വ്യാപകമാണ്, പരസ്പരമുള്ള യുദ്ധങ്ങൾ, അന്യായങ്ങൾ, ഇതൊക്കെ വ്യാപകമാണ്. എല്ലാ നിലക്കും ജാഹിലിയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്നത്. മദ്യപാനവും വ്യഭിചാരവും മറ്റ് അസാൻമാർഗ പ്രവർത്തനങ്ങളും വൃത്തികേടുകളും ഒക്കെ വ്യാപകമായ ഒരു നാട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു ആദ്യമായി നൽകിയ കൽപ്പന നോക്കൂ നിങ്ങൾ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചു മൂടി കിടക്കുന്നവനെ, അള്ളാഹുവിന്റെ റസൂലിനെയാണ് വിളിക്കുന്നത്. ഖും, എഴുന്നേൽക്കുക നബിയെ, ഫഅൻദിർ, താക്കീത് നൽകുക. എങ്ങനെയാണ് താക്കീത് നൽകാൻ? വറബ്ബക ഫകബ്ബിർ. മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു വറബ്ബക ഫവഹിദ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ റബ്ബിനെ അങ്ങ് ഏകനാക്കുക. വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ. വറുജ്സ് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്നാമുകളാണ്, വിഗ്രഹങ്ങളാണ്. വിഗ്രഹങ്ങളെ നബിയെ അങ്ങ് ഉപേക്ഷിക്കുക. നോക്കൂ, തൗഹീദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ആദ്യത്തെ കൽപ്പന. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ വന്ന് തന്റെ ജനങ്ങൾക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യമായി അവരെ ക്ഷണിക്കുന്നത് ഏത് കാര്യത്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. ഇമാം അഹ്മദ് മുസ്നദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാദയിലും ദുൽമജാസിലും ഒക്കെ ചന്തകളിൽ, അങ്ങാടികളിൽ, ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്ന് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നോക്കൂ, ആ നാട്ടിൽ എന്തൊക്കെ വൃത്തികേടുകളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്, തുടങ്ങിയത് ഏതിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ് പ്രബോധകനായിക്കൊണ്ട്. യമനിൽ വേദക്കാരാണ് നിലകൊള്ളുന്നത്, അവിടെ ജീവിക്കുന്നത് ബഹുഭൂരിപക്ഷം യഹൂദരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിന് നൽകിയ ഉപദേശങ്ങളിൽ അവിടുന്ന് പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദെ, താങ്കൾ ചെല്ലുന്നത് വേദക്കാരായ ഒരു ജനതയിലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മുആദെ, നീ അവിടേക്ക് ചെന്നാൽ ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് ഏത് കാര്യത്തിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ്. നോക്കൂ, ഇസ്ലാമിലെ ഒന്നാമത്തെ കരിമതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദുമായി നമുക്കുള്ള ബന്ധം ഏറ്റവും ഒന്നാമത്തെ ബന്ധമാണ്. അതൊരിക്കലും ഒരു രണ്ടാമത്തെ വിഷയമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദീനിൽ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യവുമില്ല. അത് ഒരാളിൽ പാലിക്കപ്പെട്ടു. നോക്കൂ, ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ വെച്ച് പഠിക്കുന്നു. എങ്ങനെ ഇസ്ലാം കാര്യങ്ങൾ തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങൾക്ക് മേലാണ്. ഒന്നാമത്തെ കാര്യം ഏതാണ്? ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല എന്നത് സാക്ഷ്യം വഹിക്കലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കലാണ്. പിന്നെയാണ് നിസ്കാരം പറഞ്ഞു, ഇഖാമുസ്സലാ വ ഈതാഇസ് സക്കാ വ സ്വം റമദാൻ വ ഹജ്ജുൽ ബൈത്ത്. ഇതെല്ലാം പിന്നീടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, നോക്കൂ, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വന്ന് നിൽക്കാൻ, അവന് വുദു എടുത്തിട്ടില്ല. വുദു എടുക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വന്ന് നിന്നാൽ സുദീർഘമായി അവൻ നിസ്കരിച്ചു എന്ന് വിചാരിക്കും. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ തന്നെ ഓതി, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആല ഇമ്രാൻ മുഴുവനായിട്ട് ഓതി എന്ന് വിചാരിക്കുക. പക്ഷെ അവൻ വുദു എടുത്തിട്ടില്ലെങ്കിൽ ആ നിസ്കാരം അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കുകയില്ല. നോക്കൂ, വുദു ഒരു കർമ്മപരമായ കാര്യമാണ്, നിസ്കാരത്തിന് മുൻപുള്ള നിബന്ധനകളിൽ പെട്ടതാണ്. എന്നാൽ സഹോദര, നിസ്കാരം മാത്രമല്ല, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അവയൊക്കെ നിന്റെ പക്കൽ നിന്ന് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന നിനക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കണം. ഒരു മനുഷ്യൻ 1000 വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ,
1000 വർഷം നിലക്കാതെ നിർത്താതെ ഇബാദത്ത് ചെയ്യാൻ. അള്ളാഹുവിന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. 1000കണക്കിന് ഹജ്ജുകൾ ചെയ്തു, ധാരാളം സ്വതക്ക നൽകി, അനേകം, നിങ്ങൾക്ക് എത്ര സൽക്കർമ്മങ്ങൾ മനസ്സിൽ കരുതാൻ കഴിയും അതൊക്കെ നിങ്ങൾ കരുതിക്കോളൂ. 1000 വർഷം അങ്ങനെയാണ് ജീവിച്ചത്. ഒരു ദിവസം, ഈ 1000 വർഷത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ വേണ്ട, ആ 1 മണിക്കൂർ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല, 1 മിനിറ്റ് സമയം അവൻ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകിയെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ തകർക്കുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്തെങ്കിൽ, ഈ 1000 വർഷത്തെ ഇബാദത്തുകൾ തകർക്കാൻ ആ 1 മിനിറ്റ് നേരത്തേക്കുള്ള തൗഹീദ് ഇല്ലായ്മ മതിയായതാണ്. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, നുഖ്തതും മിനശ് ശിർകി തുഫ്സിദു ബിഹാറൽ ഹസനാത്ത്. ഷിർക്കിന്റെ ഒരു തുള്ളിയുണ്ട് എങ്കിൽ നന്മകളുടെ ഒരു സമുദ്രം തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കും. എന്റെ ഗൗരവം എത്ര വലുതാണ്! അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. തൗഹീദ് പ്രധാനമായും ചിലർ പറഞ്ഞു 2 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് തൗഹീദുൽ ഇൽമി, പഠിക്കാനുള്ള തൗഹീദാണ്. നമ്മൾ പഠിക്കേണ്ട തൗഹീദുണ്ട്. എന്താ തൗഹീദുൽ ഇൽമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, തൗഹീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ്. അള്ളാഹു ആരാണ് എന്ന് നീ മനസ്സിലാക്കുക. എങ്ങനെയാണ് നീ അള്ളാഹുവിനെ മനസ്സിലാക്കുക? അള്ളാഹുവിന്റെ അസ്മാകളിലൂടെ, അവന്റെ പേരുകളിലൂടെ, അവന്റെ വിശേഷണങ്ങളിലൂടെ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന എത്രയെത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്. സൂറത്തുൽ ഫാത്തിഹ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. അതിന്റെ ആദ്യ ഭാഗം മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ 1/3 എന്ന് പറയുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് ആ പേര് നൽകപ്പെട്ടത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, കാരണം ആ സൂറത്ത് പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതിൽ വേറൊന്നുമില്ല. സൃഷ്ടികളെ കുറിച്ച് യാതൊന്നും അതിലില്ല. മുഴുവൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും അതിലില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് അതിലുള്ളത്. പഠിക്കാനുള്ളതാണ്. എന്താണ് അഹദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം? എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം? എന്താണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഇൽമിയായ തൗഹീദാണ്, പഠിക്കാനുള്ള തൗഹീദാണ്. വിശുദ്ധ ഖുർആനിലെ അതിമഹത്തരമായ, ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ്? ഏതാണ് ഏറ്റവും മഹത്തരമായ ആയത്ത്? ഏതാ? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയിൽ 10 വചനങ്ങളുണ്ട്, 10 സെന്റൻസുകൾ. ഈ 10 സെന്റൻസുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. അത് 10ഉം അള്ളാഹുവിനെ കുറിച്ചാണ്. ആയത്തുൽ കുർസിയിലെ 10 സെന്റൻസുകൾ, 10 വാചകങ്ങൾ, അത് മുഴുവനും അള്ളാഹുവിനെ കുറിച്ചാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിനെ കുറിച്ചാണ്. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നതല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അവന്റേതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ അരികിൽ ശുപാർശ പറയാൻ ആരുണ്ട്? മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് മുൻപിലുള്ളതും പിറകിലുള്ളതും, അതായത് അവർക്ക് സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമൊക്കെ അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യഊദുഹു ഹിഫ്ദുഹുമാ, അല്ലാഹു യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അല്ലാഹുവിനെ കുറിച്ചുള്ളതോ അല്ലാഹുവിന്റെ അറിവിൽപ്പെട്ടതോ ആയ ഒരു കാര്യവും അവൻ ഉദ്ദേശിക്കാതെ അവർക്ക് അറിയാൻ സാധിക്കുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ പാദപീഠമായ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വതിനെയും അത് വലയം ചെയ്തിരിക്കുന്നു. ആകാശഭൂമികളെ മുഴുവൻ അത് വലയം ചെയ്തിരിക്കുന്നു. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ,
അവയെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അദീം, അള്ളാഹു അലിയും അദീമുമാണ്. അലി എന്ന് പറഞ്ഞാൽ അതിമഹോന്നതനാണ്, അദീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. നോക്കൂ, ആ ആയത്ത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ആയത്തുകൾ അവക്ക് ശ്രേഷ്ഠത അധികമുണ്ട്. ആയത്തുൽ കുർസിയിനുള്ളതുപോലെ, സൂറത്തുൽ ഇഖ്ലാസിനുള്ളതുപോലെ, സൂറത്തുൽ ഫാത്തിഹക്കുള്ളതുപോലെ. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? സഹോദര, നീ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്നതാണ്. സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്തു നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പലതും നിങ്ങൾ എടുത്തു നോക്കൂ. എത്രയെത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു പറയുന്നത് വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, വഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. വഅലമു, നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. വഅലമു, അള്ളാഹു പറയൻ, വഅലമു, നിങ്ങൾ പഠിക്കണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു അസീസും ഹക്കീമുമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കാം, അള്ളാഹ് അസീസും ഹക്കീം എന്താ അതിന്റെ അർത്ഥം? എന്താ ഹക്കീം എന്ന് പറഞ്ഞാൽ? എന്താണ് അള്ളാഹു അസീസാണെന്ന് പറഞ്ഞാൽ? നമ്മൾ റബ്ബിനെ അറിയേണ്ടതില്ലേ? അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? അതുകൊണ്ടാണ് പണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ അറഫ അല്ലാഹ ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നാമങ്ങൾ കൊണ്ടും അവന്റെ വിശേഷണങ്ങൾ കൊണ്ടും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹു ആരാണ് എന്ന് അവൻ മനസ്സിലാക്കിയാൽ അഹബ്ബഹു ലാ മഹാല, അള്ളാഹുവിനെ സ്നേഹിക്കാതെ അവന് മറ്റൊരു വഴിയില്ല. അള്ളാഹുവിനോടുള്ള അവന്റെ ഇഷ്ടം അധികരിക്കാനുള്ള വഴി അള്ളാഹു ആരാണ് എന്ന് അറിയലാണ്. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം അത് തൗഹീദുൽ ഇൽമി. രണ്ടാമത്തേത് തൗഹീദുൽ അമലി, പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ട തൗഹീദാണ്. നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ഇബാദത്തുകൾ സർവ്വതും നീ അള്ളാഹുവിന് മാത്രമാക്കണം. ഒരാളെയും നീ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ ഭാഗം. അതാണ് പൊതുവെ നമ്മൾ തൗഹീദ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ കാര്യം പറയാനാണ് നബിമാരൊക്കെ വന്നത്. അമലിലുള്ള തൗഹീദ്, ഇബാദത്തിന്റെ തൗഹീദ്, അതാണ് എല്ലാ നബിമാരും പറഞ്ഞത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു പറയാൻ, നാം ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല, ഒരു നബിയെയും നാം പറഞ്ഞയച്ചിട്ടില്ല. ആ നബിക്കെല്ലാം നാം വഹി നൽകിയിട്ടല്ലാതെ. എന്താ വഹി? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലാക്കിയവരെ, നിങ്ങൾക്ക് പോലും ഇത് കേൾക്കുന്ന മടുക്കാൻ പാടില്ല. തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലായിരിക്കണം ജീവിതം, അതിൽ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. അതിലായിരിക്കണം, അതിൽ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ തൗഹീദിലായി നിങ്ങൾ മരിക്കൂന്നല്ല അള്ളാഹു പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ആയത്തിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ യഥാരൂപത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം എന്നല്ല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ആ വാക്ക് മുസ്ലിമായി മരിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ്. മുസ്ലിമായിട്ടില്ലേ മരിക്കരുത്. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിക്കണം. നിനക്ക് എപ്പോൾ മരിക്കും നിനക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ അടുക്കലാണ് മരണത്തിന്റെ കാര്യം. നീ എപ്പോഴും മുസ്ലിമായി ജീവിക്കുക. എപ്പോഴും നീ തൗഹീദിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതിൽ യാതൊരു നിലക്കുള്ള അശ്രദ്ധയും കാണിക്കാൻ പാടില്ല. തൗഹീദിന്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് ഒരു വാക്കല്ലേ, അതൊരു ചെറിയ പ്രവൃത്തിയല്ലേ, നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ തല്ലുകൂടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത, നബിയെ അങ്ങ് ഉദ്ദേശിച്ചാൽ. അള്ളാഹുവും അങ്ങും ഉദ്ദേശിച്ചാൽ ഈ കാര്യം നടപ്പിലാകും എന്നില്ലെങ്കിൽ അതിന് സമാനമായ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, അള്ളാഹുവും നബിയും ഉദ്ദേശത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പേര് പറയുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൂടി ആ സഹാബി പറഞ്ഞു.
അദ്ദേഹം അള്ളാഹുവിനെ പോലെയാണ് നബി എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ പോലെ സമദീയത്ത് നബിക്കുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ പോലത്തെ ഒരു ഖാലിഖാണ് നബി എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് അങ്ങനെയല്ലേ ആൾക്കാർ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്ന വലിയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അള്ളാഹിനെ പോലത്തെ ആളാന്ന് പറയാതിരുന്നാൽ മതി. അങ്ങനെയല്ലേ ആൾക്കാർ ഇന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഷാ അല്ലാഹു വശിഅത എന്ന ആ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായി കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, അജഅൽതനി വല്ലാഹ അദ്ലൻ ഖുൽ മാ ഷാ അല്ലാഹു വഹദ. നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ? എന്താ ചോദ്യത്തിന്റെ ഗൗരവം? ഇന്നുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, നബിയെ അയാൾക്ക് ഖാലിഖ് അല്ലല്ലാതെ വേറൊരാളില്ല എന്ന് വിശ്വാസമുണ്ട്, അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യത്തിന്റെ ഗൗരവം, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ എന്നാ ചോദിച്ചത്. തൗഹീദിന്റെ ഗൗരവം അതാണ്. അതൊരു വാക്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിപ്പോ ഒരു വാക്ക് നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം കാണിക്കണോ? അതൊരു തമാശക്ക് പറഞ്ഞായിരിക്കൂലേ, ഒരു കവിതയിൽ പറഞ്ഞതായിരിക്കൂലേ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി പറഞ്ഞ ആ വാക്ക്, അതിനേക്കാൾ എത്ര ഗുരുതരമായ വാക്കുകളാണ് ഇന്ന് ഔലിയാക്കന്മാരെ കുറിച്ചും നബിമാരെ കുറിച്ചും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വാക്കുകൾ വരെ ആളുകൾ പറയുകയാണ്. അള്ളാഹുവിനെ പോലെ പ്രപഞ്ചം നിയന്ത്രിക്കാൻ ആളുകളുണ്ട്, അള്ളാഹുവിനെ പോലെ ഹൃദയത്തിലുള്ളതെല്ലാം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയകളുണ്ട്, കുപ്പിക്കകത്തുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് കാണാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെയാണ് ഇന്ന് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ഗുരുതരമായ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അതാ ഹുനൈൻ യുദ്ധത്തിന് പോവുകയാണ്. അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച ചില സഹാബിമാർ അവിടുത്തെ സൈന്യത്തിലുണ്ട്. യുദ്ധത്തിനുള്ള യാത്രക്കിടയിൽ സഹാബിമാരിൽ ചിലർ പറയാൻ, മക്കയിലെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ വാളുകൾ ഒരു മരത്തിന്റെ മേലെ ദാത്തു അൻവാത്ത് എന്ന് പേരുള്ള ഒരു മരത്തിനു മുകളിൽ തൂക്കി വെച്ചുകൊണ്ട് അതിൽ ആ മരത്തിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാറുണ്ട്. ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ, അവർക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പൊ അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അള്ളാഹുവിന്റെ റസൂലെ, മുശ്രിക്കുകൾക്ക് ഒരു മരമുണ്ട് ദാത്തു അൻവാത്ത് എന്ന പേരിൽ, നബിയെ ഞങ്ങൾക്കൊരു മരം തരണം, അതേപോലെ നിശ്ചയിച്ചു തരണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ചോദിക്കുകയാണ് അവർ ചെയ്തത്. അവർ സ്വയം ഒരു വിഗ്രഹം ഉണ്ടാക്കുകയോ ഒരു മരത്തിന് പ്രത്യേകത കൽപ്പിക്കുകയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നൊരു മരം നമുക്ക് അതങ്ങ് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ബൈഅത്തു റിദ്വാൻ നടന്ന ഒരു മരമുണ്ടല്ലോ, നമുക്ക് ആ മരത്തിന്റെ അവിടെ പോയി വാള് തൂക്കിടാം, അല്ലെങ്കിൽ കഅബന്റെ ഏറ്റവും അടുത്തുള്ള ഒരു മരം നോക്കുക, എന്നിട്ട് ആ മരത്തിന്റെ മേലെ തൂക്കിടാം. അങ്ങനെ അവർ തീരുമാനിച്ചില്ല. സ്വയം ഒരു തീരുമാനം അവർ എടുക്കുക പോലും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്തത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മരം നിശ്ചയിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ആ മരത്തിന് പ്രത്യേകത ഉണ്ടാവും. അള്ള പറഞ്ഞത് പ്രകാരം പറഞ്ഞാൽ ഒരു കുഴപ്പം ഇതിൽ നേർക്ക് നേരെ നോക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുകയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ചുംബിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ അടുത്ത് ചുംബിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, വല്ലാഹി ഇന്നി ലഅഅലമു അന്നക ലഹജർ. അള്ളാഹു തന്നെ സത്യം, എനിക്ക് തീർച്ചയായും അറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തൻഫഉ വലാ തദുർ, നിനക്കൊരു ഉപകാരം ചെയ്യാനും കഴിയില്ല, ഒരു ഉപദ്രവം ചെയ്യാനും സാധിക്കില്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക ലമാ ഖബ്ബൽതുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. സഹാബികൾക്ക് അതറിയാം. അപ്പൊ അവരൊരു മരമുണ്ടാ നിശ്ചയിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വന്നിട്ട് മസ്ജിദുൻ നബവിക്കുള്ളിൽ ഒരു അറാബി മൂത്രം ഒഴിച്ചപ്പോൾ അവിടുന്ന് പ്രതികരിച്ച രൂപം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സഹാബികളെ മൂത്രയിക്കരുന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു, മൂത്രയിക്കട്ടെ എന്നാണ്, പിടിച്ചേക്കേണ്ടതാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ട് അവർ അതിന് മേലെ ഒഴിച്ചു. ഇങ്ങനെയാണ് അവിടുന്ന് പ്രതികരിക്കാറുള്ളത്. അവിടുത്തെ തോളിൽ കിടന്ന ഒരു മുണ്ട് ഒരിക്കൽ ഒരു മേൽമുണ്ട് ഒരു അറാബി പിടിച്ചു വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ അതിന്റെ അടയാളമുണ്ടായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ അറാബി പറഞ്ഞു, അള്ളാഹു നിനക്ക് തന്ന സമ്പത്തിൽ കുറച്ച് എനിക്കുന്താ, ഗനീമത്തിന്റെ സ്വത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് സഹാബിയോട് പറഞ്ഞു, അവന് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് അവിടുന്ന് പ്രതികരിക്കാറുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാത്തു അൻവാത്ത് പോലെ ഒരു ദാത്തു അൻവാത്ത് നിശ്ചയിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് പ്രതികരിച്ച രൂപം ഇങ്ങനെയല്ല. അവിടുന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അവരുടെ വാക്കിലുള്ള ഗൗരവത്തിന്റെ കാഠിന്യം കാരണത്താൽ അവിടുന്ന് പ്രതികരിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മൂസയോട് ഒരു ഇലാഹിനെ വെച്ച് നൽകാൻ തേടിയതുപോലെയാണ് നിങ്ങളിപ്പോൾ എന്നോട് ചെയ്തിരിക്കുന്നത്. മൂസാ നബിനോട് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെത്തിയ ബനൂ ഇസ്രായേലുകാർ മൂസയോട് പറഞ്ഞിരുന്നു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, ഈജിപ്തിലുള്ള ആൾക്കാർക്ക് പലതരം ദൈവങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കൊരു ദൈവത്തിനെ നീ ഉണ്ടാക്കിത്താ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറ്റൊരു ദൈവത്തെ ചോദിച്ചതുപോലെയാണ്. ഇന്നകും ഖുൽതും കമാ ഖാല ബനൂ ഇസ്രായീലു ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ഞങ്ങൾക്ക് ഒരു വിഗ്രഹത്തെ നിശ്ചയിച്ചു തരൂ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഏതാ സമീകരണം? ബനൂ ഇസ്രായേലുകാർ മൂസയോട് വിഗ്രഹം ചോദിച്ചതുപോലെയാണ് ബറക്കത്തിന് വേണ്ടി ഒരു മരം നിങ്ങൾ ചോദിച്ചതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിരിക്കുന്നത്. തൗഹീദിന്റെ ഗൗരവം അതാണ്. തൗഹീദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഗൗരവത്തോടു കൂടി കണക്കാക്കിയ വിഷയമായിരുന്നു. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോട് അടുക്കുന്ന ദിവസങ്ങൾ നോക്കൂ നിങ്ങൾ. അവിടുത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖും ഫഅൻദിർ, നബിയെ എഴുന്നേറ്റ് താക്കീത് നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. പിന്നെ മരിക്കുന്നത് വരെ അവിടുന്ന് നിൽപ്പായിരുന്നു. മരണം വരെ അവിടുന്ന് ഇരുന്നിട്ടില്ല. അതായത് തൗഹീദിന്റെ മാർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബിമാർ പറയും, വഫാത്തിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ പല സഹാബിമാരെ ഹദീസ് ഉദ്ധരിച്ചാണ്. ഒരു സഹാബിയല്ല, രണ്ട് സഹാബിയല്ല, മൂന്ന് സഹാബിയല്ല, അനേകം സഹാബിമാരെ ഉദ്ധരിക്കാൻ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടത്തേക്ക് മനസ്സിലായി മുസ്ലിം ഉമ്മത്തിൽ നേരിടാൻ പോകുന്ന വലിയ ഒരു ഫിത്ന എന്താണെന്ന് അവിടത്തേക്ക് തിരിച്ചറിഞ്ഞിരുന്നു. ആവർത്തിച്ചുകൊണ്ട് സഹാബിമാർ ആയിഷ ബീവി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രോഗത്തിൽ അവിടത്തേക്ക് ശക്തമായ വേദനയുള്ള സന്ദർഭത്തിൽ അവിടുത്തെ വേദന കാരണത്താൽ ചില സന്ദർഭങ്ങൾ അവിടത്തേക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വേദന കഠിനമാകുമ്പോൾ അവിടുന്ന് ഒരു മുണ്ട്, ഒരു തുണി വെള്ളത്തിൽ മുക്കിക്കൊണ്ട് അതുകൊണ്ട് തന്റെ മുഖം തുടക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ അത്ര പ്രയാസകരമായ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. എത്ര നസീഹത്ത് ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര വ്യക്തമായാണ് അവിടുന്ന് പറഞ്ഞത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്ക് മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം. നോക്കൂ നിങ്ങൾ, ഇത്തഖദു ഖുബൂറഹും എന്ന് നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഖബറുകൾ മസ്ജിദാക്കി എന്ന് നബി പറഞ്ഞില്ല. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കാലത്ത് ചില ആൾക്കാർ പറയും, എന്നിട്ടും ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ട് ഇക്കാലത്ത് ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെങ്കിൽ അവർ പറയുന്നു, അത് അവരുടെ സാധാരണക്കാരെ ഖബറിനെ കുറിച്ചല്ലേ, നബിമാർക്കും സാലിഹീങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് ആളുകൾ പറയുമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അവരവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി. എന്താ ചെയ്തത്? അവരവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബർ. നമുക്ക് സാധാരണക്കാരുടെ ഖബറല്ല. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ഈ കാലഘട്ടത്തിലേക്ക് വന്നെത്തിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ ഇന്ന് ആരാധനാ കേന്ദ്രമാക്കുന്ന ഖബറുകൾ നബിമാരുടേതുമല്ല സാലിഹീങ്ങളുടേതുമല്ല, ചിലപ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകളുടേത് വരെയാണ്. ഓച്ചിറയിൽ ഒരു മനുഷ്യൻ, അയാൾ മരിച്ചപ്പോൾ വിഗ്രഹാരാധകരായ ജനങ്ങളും
ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങൾ തമ്മിൽ അടിയാണ് ഇയാളുടെ ഖബറിന് വേണ്ടി, ഇയാളെ വിട്ടുകിട്ടാൻ വേണ്ടി. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ പറയും ഇയാൾ ഞങ്ങളുടെ പുണ്യപുരുഷനാണ്, ഇയാൾ സ്വാമിയാണ്. വേറുള്ള ആളുകൾ അപ്പുറത്തുനിന്ന് പറയാ ഇത് ഞങ്ങളെ വലിയാണ്. വസ്ത്രം പോലും ശരിക്കും മറക്കാതെ കിടന്നിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയും വലിയ, ഞങ്ങളെ വലിയൻ. എന്നിട്ട് അവസാനം ആ മത്സരത്തിൽ നമ്മളെ ആളുകൾ തന്നെ രക്ഷപ്പെട്ടു, ജയിച്ചു. അങ്ങനെ ഖബറുണ്ടാക്കി. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ നസാറാക്കളെ കുറിച്ച് പറഞ്ഞ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബർ ആരാധനാ കേന്ദ്രമാക്കിയെന്ന്. എന്നാൽ ഇന്ന് ജനങ്ങൾ എന്തിനെയൊക്കെയാണ് ആരാധിക്കുന്നത്? മണ്ണാർക്കാട് പരിസരത്ത് അവിടെ ഒരു മരമുണ്ട്, ഇപ്പൊ അതുണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു മരമുണ്ട്, ഇപ്പൊ ഉണ്ടത്, ഇപ്പോഴും അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ മേൽ പച്ച തുണി പൊതിഞ്ഞ് കുട്ടികളില്ലാത്ത ആളുകൾ അതിന് മേൽ തൊട്ടിൽ കെട്ടുകയാണ് കുട്ടി ഉണ്ടാകുന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ് അവരവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ മസ്ജിദുകളാക്കി. എന്താ മസ്ജിദാക്കി? കുറേ കാലം ഇത് ന്യായീകരിച്ച് നടന്നിരുന്ന ആൾക്കാർ പലരും, ചില ആളുകൾ മസ്ജിദാക്കി എന്ന് പറഞ്ഞാൽ ഖബറിന്റെ മേലെ ഒരു പള്ളി പണിയണം. ഇപ്പൊ അതും ചെയ്യാൻ തുടങ്ങി. ഒരു മസ്ജിദിൽ നടക്കുന്ന കാര്യം ഖബറിന്റെ അടുക്കൽ നടന്നാൽ അത് ഖബറിനെ മസ്ജിദാക്കലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഒരിക്കലും ഖബറാക്കരുത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓത്തില്ലാതെ, നിസ്കാരമില്ലാതെ, ഇബാദത്തില്ലാതെ ഖബറിൽ കിടക്കുന്ന ഖബറിന്റെ സ്ഥലം പോലെ നിങ്ങളെ വീടാക്കരുത് എന്നാണ് പറഞ്ഞത്. ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ വീട്ടിൽ ഖുർആൻ ഓതണം. എന്നാൽ നമ്മുടെ ഖൗമ് സുബ്ഹാനല്ലാഹ് ചില ഹദീസുകൾ എടുത്തു നോക്കി, എന്താണോ ഹദീസിൽ പറഞ്ഞ് അതിന്റെ നേരെ വിപരീതം. വീട്ടിൽ ഖുർആൻ ഓതപ്പോൾ വീട്ടിൽ ഖുർആൻ ഓത്തില്ല, ഖബറിന്റെ അടുത്തായി. വീട്ടിൽ നിസ്കരിക്കണം, വീട്ടിൽ നിസ്കാരമില്ലാതെ ഒഴിവാക്കും, ഖബറിന്റെ അടുത്തായി നിസ്കാരം. ഇപ്പോൾ ആളുകൾ ചെന്ന് ചില ആളുകൾ നിഷേധിച്ചു. എവിടെ അങ്ങനെയുള്ളത്? എത്ര സ്ഥലത്തുള്ളത്? ഖബറിന്റെ നേരെ മുന്നിലേക്ക് ആളുകൾ വന്ന് സുജൂദിൽ കിടക്കുകയാണ്. നേരെ ഖബറിന്റെ നേരെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യാം. ഇത് ഖബറിനെ മസ്ജിദാക്കലല്ലെങ്കിൽ പിന്നെ ഇനി എന്താണ് മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ? ദുനിയാവിൽ ഏറ്റവും മഹത്തരമായ മസ്ജിദ് ഏതാ? ഏറ്റവും ആദ്യത്തെ പള്ളി, ഏറ്റവും ആദ്യത്തെ മസ്ജിദ് ഏതാ? മസ്ജിദുൽ ഹറാമാണ്. സംശയമില്ലല്ലോ, ഒരു മുസ്ലിമിന് സംശയമില്ല. മസ്ജിദുൽ ഹറാമിന് മാത്രം പ്രത്യേകമായ ഒരു ഇബാദത്തുണ്ട്, വേറൊരു സ്ഥലത്ത് ഇബാദത്തില്ല. ഏതാ ഇബാദത്ത്? കഅബക്കുള്ള ഇബാദത്ത്, കഅബന്റെ ചുറ്റുള്ള ഇബാദത്ത് ഏതാ? തവാഫാണ്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ മസ്ജിദിൽ മാത്രം പറഞ്ഞ ഇബാദത്താണ് തവാഫ്. അതുവരെ ഇന്ന് ഖബറിന്റെ ചുറ്റുമുണ്ട്. എന്നാലും ആൾക്കാർ പറയാണ് നമ്മളെവിടെ ഖബറിനെ മസ്ജിദാക്കി. സാധാരണ മസ്ജിദിൽ നടക്കാത്ത ഇബാദത്താണ് അത്. കഅബയുടെ അടുത്ത് മാത്രമേ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളൂ. വലിയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, തവാഫ് അള്ളാഹു കഅബക്ക് മാത്രം നിശ്ചയിച്ചതാണ്. അതുവരെ ഇന്ന് ഖബറിന് ചുറ്റും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇതൊരിക്കലും ഒരു തർക്ക വിതർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. ഇത് എന്തെങ്കിലും ഒരു കാര്യം വിജയിച്ചു കിട്ടാൻ വേണ്ടി പറയും. നിങ്ങളെ പരലോകത്തിന്റെ കാര്യമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അവിടുത്തെ അവസാനത്തെ വാക്കുകളിൽ അവിടുന്ന് പറഞ്ഞ കാര്യമാണിത്. ഇത് ഗൗരവമുള്ളതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരു സംശയമില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹമുണ്ട് എങ്കിൽ അവിടുത്തെ വാക്കുകൾ നിങ്ങൾ പിൻപറ്റണം. തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം ഈ പറഞ്ഞ തൗഹീദുൽ അമലി, അമലിൽ പാലിക്കേണ്ട തൗഹീദാണ്. തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം അമലിൽ പാലിക്കേണ്ട ഈ തൗഹീദാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലാക്കിയവരെ നിങ്ങളാണെങ്കിൽ പോലും തൗഹീദിന്റെ ഗൗരവം തിരിച്ചറിയണം. നമുക്ക് എത്രമാത്രം ഇതിനോട് ഗൗരവവും ശ്രദ്ധയുമുണ്ടോ അത്രയും നമുക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ ശ്രദ്ധ ഉണ്ടായിരിക്കും. അത് ഞാൻ പഠിച്ചാൽ, ഞാൻ എത്ര കാലമായി തൗഹീദുള്ള ആളാ, എനിക്കറിയാത്ത തൗഹീദ് അത് എന്ന് നീ ഒരിക്കലും പറയരുത്. അങ്ങനെ നീ ഒരിക്കലും ചിന്തിക്കരുത്. തൗഹീദിന്റെ മാർഗത്തിലെ ഏറ്റവും വലിയ ഇമാം ആരാണ്? ആരാ ഏറ്റവും വലിയ ഇമാം തൗഹീദിന്റെ കാര്യത്തിൽ? അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഇബ്രാഹിം നബിയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു പരീക്ഷണം അദ്ദേഹത്തിന് നിശ്ചയിച്ചു, അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിമിനെ നാം പരീക്ഷിച്ച സന്ദർഭം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം എല്ലാ പരീക്ഷണങ്ങളും പൂർണ്ണമായി വിജയിച്ചു. ചില മുഫസ്സിരീങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു 70 വയസ്സുള്ളപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് ചേലാകർമ്മം നടത്താൻ പറഞ്ഞു. ഹദീസിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തതന ഇബ്രാഹിമുൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ചേലാകർമ്മം നടത്തിയത് മടുകൊണ്ടാണ്. ആദ്യമായി ചേലാകർമ്മം നടത്തിയ അദ്ദേഹമാണ് ചിലർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 70 വയസ്സുള്ള സന്ദർഭത്തിൽ ശരീരത്തിലൊരു അവയവം മുറിച്ചങ്ങ് കളയാനാ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചെയ്തു, അനുസരിച്ചു. തൗഹീദ് പാലിക്കുന്ന മാർഗത്തിൽ അദ്ദേഹം ചെയ്ത പരിശ്രമങ്ങൾ അത്ര വലുതാണ്. അദ്ദേഹത്തെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. അദ്ദേഹം വിഗ്രഹങ്ങളെ തകർത്തയാളാണ്. അദ്ദേഹം അതിനുവേണ്ടി ആ മാർഗത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടയാളാണ്. അദ്ദേഹം ദുആ ചെയ്യാൻ, എന്താ അദ്ദേഹത്തിന്റെ ദുആ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അള്ളാഹു അകറ്റി നിർത്തണേ. മുഫസ്സിരീങ്ങൾ പറയാൻ, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ഇത് പേടിയുണ്ടെങ്കിൽ വേറെ ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക? വേറെ ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക? സഹോദരങ്ങൾ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ അടിത്തറ തൗഹീദാണ്. തൗഹീദിനോട് ചേർത്തു പറയേണ്ട അടിത്തറയാണ് രണ്ടാമത്തെ കാര്യം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇത് രണ്ടും ഒന്നിച്ചു ചേരാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഒരാൾ പറയാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനത് മുഴുവനായിട്ട് അംഗീകരിക്കുന്നു, പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാലോ കാഫിറാണോ? ഇസ്ലാമിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല, മുസ്ലിം ആവുകയില്ല. ഒരാൾ മുസ്ലിം ആകണോ 2 ഷഹാദത്തുകളും അയാൾ ചൊല്ലിയിരിക്കണം. രണ്ടാമത്തെ ഷഹാദത്ത് റിസാലത്തിന്റെ ഷഹാദത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ അബ്ദും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് നീ ഏറ്റുപറയണം. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദും അള്ളാഹുവിന്റെ ദാസനും അടിമയും, വറസൂലുഹു അള്ളാഹുവിന്റെ റസൂലുമാണ്, നബിയാണ്, റസൂലാണ്, ദൂതനാണ്. ഇത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾക്ക് വലിയ ബാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യതയെക്കുറിച്ച് പറയാൻ ഖുർആനിലെ ഒരു ആയത്ത് ഏറ്റവും കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയാൻ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളവരാണ്, ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്, ഏറ്റവും അടുപ്പമുള്ളവരാണ്. ആരെക്കാൾ? മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളെക്കാൾ അവർക്ക് അടുപ്പമുള്ളവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ളതുപോലെ ഒരു ബാധ്യത സൃഷ്ടികളിൽ ഒരാളോടും നമുക്കില്ല. അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ അവിടുത്തോടുള്ള കടപ്പാടിനോളം മറ്റൊരാളോടും നമുക്ക് കടപ്പാടില്ല. ഒരു മനുഷ്യൻ എത്രയെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊല്ലിയാലും അവിടുത്തോടുള്ള കടപ്പാട് അവസാനിക്കുകയില്ല. ഒരു ഉമ്മത്തിന് ഏതെങ്കിലും ഒരു നബി ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സേവനം നമ്മുടെ റസൂലാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നെത്തിയിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് അവിടുത്തേക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് വളരെ പ്രയാസകരമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് അതീവമായി പരിശ്രമിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റഊഫാൻ,
അങ്ങേയറ്റം സൗമ്യതയുള്ളവരാണ്, റഹീമാൻ, കരുണയുള്ളവരാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്രയെല്ലാം സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നയാളായിരുന്നു. എല്ലാ നന്മകളിലും അവിടുന്ന് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ എത്ര ഹദീസുകളിൽ നിങ്ങൾ വായിക്കുന്നു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത് അവരോട് കൽപ്പിക്കുമായിരുന്നു. നോക്കൂ, അവിടത്തേക്ക് അത് പ്രയാസമുള്ള കാര്യമല്ല. ഉദാഹരണത്തിന് പല്ല് തേക്കുന്ന കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് മഅ കുല്ലി വുദൂ ഇൻദ കുല്ലി സ്വലാഹ്. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഓരോ വുദൂഇന്റെ സന്ദർഭത്തിലും നിസ്കാരത്തിനുള്ള വുദൂയിലും പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രയാസകരമായിരുന്നില്ല. അവിടത്തേക്ക് പല്ല് തേക്കുക എന്നുള്ള അവിടുന്ന് ധാരാളമായി ചെയ്തിരുന്ന കാര്യമാണ്. അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ വരെ അവിടുന്ന് പല്ല് തേക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. കടുത്ത പ്രയാസമുള്ള സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി മുറിയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സിവാക്കുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കുന്ന ഞാൻ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടത്തേക്ക് തന്റെ ഭർത്താവിന്റെ നോട്ടങ്ങളുടെ പിറകിലെ ഉദ്ദേശം മനസ്സിലാക്കുമായിരുന്നു. അവർ പറയണ, എനിക്കും മനസ്സിലായി അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുക പല്ലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടുത്തോട് ചോദിച്ചു, പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടോ? അവിടുന്ന് അതേ നാങ്യം കാണിച്ചു. ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് സിവാക്ക് വാങ്ങിച്ചത് കട്ടിയുള്ളതായിരുന്നു. ആയിഷ ബി പറഞ്ഞു, ഞാൻ അത് എൻ്റെ വായിലിട്ട് ചവച്ച് അത് നേർമയുള്ളതാക്കി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ പല്ല് തേച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പല്ല് തേക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. ധാരാളം സന്ദർഭങ്ങൾ പല്ല് തേച്ച ഹദീസിൽ കാണാം. ആയിഷ ബീവിയോട് വീട്ടിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഹദീസിലുള്ളത് പല്ലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്തിരുന്നത് പല്ലേക്കലായിരുന്നു. അത്രമാത്രം അവിടത്തേക്ക് പല്ല് തേക്കുക എന്നത് ശ്രദ്ധയുള്ള കാര്യമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയാൻ, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ അവരുടെ പല്ലേക്കാൻ പറയുമായിരുന്നു. അവിടുന്ന് നിസ്കാരത്തിന് വേണ്ടി അവിടുന്ന് നിൽക്കുന്ന നിസ്കാരത്തിന്റെ രൂപം എന്തായിരുന്നു? ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അവിടുന്ന് നിസ്കരിച്ച് സുദീർഘമായി നിസ്കരിച്ചത് കാരണത്താൽ അവിടുത്തെ കാലിൽ നീര് വന്ന് കെട്ടാറുണ്ടായിരുന്നു. സുദീർഘമായി അവിടുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. റമദാൻ മാസമെത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ തറാവീഹ ആരംഭിച്ചു. നിസ്കാരം തുടങ്ങി. ആദ്യത്തെ ദിവസം സഹാബികൾ വന്നു, രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു, മൂന്നാമത്തെ ദിവസം മസ്ജിദ് നിറഞ്ഞു പുറത്തേക്ക് ആൾക്കാരായി. നാലാമത്തെ ദിവസം സഹാബികളെല്ലാം നിസ്കാരത്തിനു വേണ്ടി കാത്തു വന്നിരുന്നു. അവിടെ നിസ്കരിക്കാൻ വന്നില്ല. സുബ്ഹിന് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വന്നിരുന്നു എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ താല്പര്യം കാരണത്താൽ അള്ളാഹു ഇത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. നോക്ക്, അവിടത്തേക്ക് നിസ്കാരം അതീവ താല്പര്യമുള്ള കാര്യമല്ല, അവിടത്തേക്ക് അത് പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ തൻ്റെ ഉമ്മത്തിനുമേൽ ഒരു കാര്യം വാജിബാവുകയും അവർക്കത് നിർവഹിക്കാൻ സാധിക്കാതെ വരികയും അവർക്ക് പ്രയാസകരമായി തീരുകയും ചെയ്തേക്കുമോ എന്നോട് ഭയക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകളിലാണ് അവിടുന്ന് ഈ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്തത്. അവിടുന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അവരെല്ലാം ആ ദുആ ഉപയോഗിച്ചിട്ടുണ്ട്. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിനു വേണ്ടിയുള്ള ഷഫാഅത്തായി എടുത്തു വച്ചിരിക്കുകയാണ്, ഞാൻ ദുആ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽ അള്ളാഹു നിന്നെ ഉൾപ്പെടുത്തി എന്നത് തന്നെ സഹോദര വലിയ ഷറഫാണ്, വലിയ സ്ഥാനത്തിൽപ്പെട്ടതാണ്. സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവ്, അശ്ശഫാഅത്തുൽ ഉദ്മ, സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി ഷഫാഅത്ത് നൽകുന്നവർ, സാഹിബുൽ മഖാമിൽ മഹ്മൂദ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ മനുഷ്യരിൽ സൃഷ്ടികളിൽ ഒരാൾക്ക് മാത്രം നൽകപ്പെടുന്ന പദവിയായ മഖാമുൻ മഹ്മൂദ്, അത് നൽകപ്പെടുന്നവർ. ഇങ്ങനെ എത്ര പദവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഈ ഉമ്മത്തിന്റെ ഹിദായത്തിന് വേണ്ടി അവിടുന്ന് എത്ര ദുആ ചെയ്തിട്ടുണ്ട്.
എത്ര ആളുകൾ ഈ ഉമ്മത്തിലേക്ക് നോക്കൂ, ഇസ്ലാം സ്വീകരിച്ച പല ആളുകളുടെയും ചരിത്രം നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ടാണ്, അവിടുത്തെ പെരുമാറ്റം കണ്ടിട്ടാണ്. എത്ര ഹദീസുകളാണ് അങ്ങനെയുള്ളത്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അവിടുന്ന്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഖുർആൻ അല്ലാഹു പറഞ്ഞ വാക്കാണ്. നബിയെ, അങ്ങ് ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അതിമഹത്തരമായ സ്വഭാവമാണ് നബി അങ്ങേക്കുള്ളത്. വലൗ കുൻത ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലംഫദ്ദു മിൻ ഹൗലിക്. നബിയെ, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അങ്ങ് അവരോട് വളരെ സൗമ്യതയോടുകൂടി പെരുമാറുന്നവരാണ്. അങ്ങെങ്ങാനും പരുഷഹൃദയനായിരുന്നെങ്കിൽ, ഹൃദയം കടിച്ച ആളായിരുന്നെങ്കിൽ ലംഫദ്ദു മിൻ ഹൗലിക്, അവർ അങ്ങയുടെ ചുറ്റുപാട് നിന്നും അകന്നു പോകുമായിരുന്നു. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാരുണ്യം, അവിടുത്തെ വിനയം, അവിടുത്തെ സഹാനുഭൂതി, അവിടുത്തെ അനുകമ്പ, അവിടുത്തെ ദാനധർമ്മം. ഹദീസുകൾ നോക്കൂ നിങ്ങൾ. മുദർ ഗോത്രത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ, ദരിദ്രരായ, നഗ്നവാദരായ, വസ്ത്രം കാൽ ധരിക്കാൻ ചെരുപ്പില്ലാത്ത, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച, പട്ടിണിക്കോലം ബാധിച്ച മുദർ ഗോത്രത്തിലെ ചില ആളുകൾ വന്നു. സഹാബിമാർ പറയാൻ, അവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. നോക്കൂ, മറ്റൊരാളുടെ പ്രയാസം എടുത്ത് വേദനപ്പെടുത്തിയ നോക്കൂ. അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, അവർക്ക് കൊടുക്കാൻ വേണ്ടി. ആദ്യം അവിടുന്ന് തൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞയച്ചത്. എല്ലാ വീട്ടുകാരും അവർക്ക് മറുപടിയായി നൽകി, വീട്ടിലൊന്നുമില്ല തിന്നാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭവനമാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലൊന്നുമില്ല. അവിടുന്ന് വീട്ടിലേക്ക്, എന്നിട്ട് അവിടുത്തെ പ്രയാസം, തൻ്റെ വീടിനെ കുറിച്ച് ആലോചിച്ചു. എന്നാ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ അല്ല, ഞാൻ എന്തെങ്കിലും നോക്കട്ടെ. അങ്ങനെയല്ല. അവിടുന്ന് ബിലാലിനോട് അദാൻ വിളിക്കാൻ പറഞ്ഞു. ജനങ്ങളെ മസ്ജിദിലേക്ക് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നൽകാൻ വേണ്ടി ഉപദേശിച്ചു. സഹാബികൾ പലരും ചെറുതൊക്കെ കൊടുന്നു വെച്ചു. അൻസാരിയായ ഒരു സഹാബി, അദ്ദേഹം തൻ്റെ കയ്യിൽ കൊള്ളാവുന്നത്ര സാധനങ്ങളുമായി ഏന്തിപ്പിടിച്ചു വന്നെത്തി. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവച്ചത് കണ്ടപ്പോൾ ഓരോരുത്തരായി വീട്ടിലേക്ക് തിരിച്ചുപോയി കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു. സഹാബിമാർ പറയാൻ, അങ്ങനെ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും 2 കൂമ്പാരങ്ങൾ മസ്ജിദുൻ നബവിയിൽ അവർ ഒരുമിച്ച് കൂട്ടി. അത് കണ്ടപ്പോൾ അവിടുത്തെ മുഖം തിളങ്ങാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷഫഖ, അവിടുത്തെ റഹ്മത്ത് എത്രയാണ്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ റബ്ബേ, എൻ്റെ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്. ഹദീസിൽ കാണാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പറഞ്ഞേക്കാണ്. ജിബ്രീലിനോട് അള്ളാഹു ചോദിക്കാൻ ഏൽപ്പിക്കുകയാണ്, മുഹമ്മദ്, താങ്കളുടെ കരച്ചിൽ, അങ്ങയുടെ കരച്ചിൽ അള്ളാഹു കേട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങയുടെ കൺകുളിർപ്പിക്കുന്നത് താങ്കളുടെ ഉമ്മത്തിൽ താങ്കൾക്ക് നൽകുന്നതാണ്. അവിടുത്തെ ഉമ്മത്തിനോട് അവിടുത്തെ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വലിയ കടപ്പാടുണ്ട്. അവിടുന്ന് നമുക്ക് ഏറ്റവും ഹൃദയത്തോട് അടുപ്പമുള്ളവരാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം കേൾക്കണം, അല്ലെങ്കിൽ അത് വായിച്ചറിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയും വന്നിട്ടില്ല, ഇങ്ങോട്ട് വരികയുമില്ല. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തരമായ നിഅമത്തിൽപ്പെട്ടതാണ് നമ്മുടെ നേതാവ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. 4 ബാധ്യതകൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ 4 നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് നിനക്ക് ഉറപ്പായാൽ, സഹീഹായ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നീ അത് വിശ്വസിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനോട് നീ എതിർപ്പ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും സമഅൻ വതഅ, കേൾക്കാൻ, അനുസരിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിനോട് നീ എതിര് പറയരുത്. ഏതു വാക്കാണെങ്കിലും അവിടുന്ന് പറഞ്ഞതാണോ നീ അനുസരിച്ചിരിക്കണം, നീ വിശ്വസിച്ചിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്നു പ്രവർത്തിക്കാൻ പാടില്ല.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞേക്കണം, അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കരുത്, അവിടുന്ന് ചെയ്യുന്നത് വരെ നീ ചെയ്യരുത്, അവിടുന്നാണ് നിന്റെ മാതൃക, അവിടുന്ന് കാൽവെക്കാതെ നീ കാൽവെക്കരുത്, അവിടുത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ ഹദീസുകൾ കേട്ടതിന് ശേഷം അതിനെ ഒരാൾ ചോദ്യം ചെയ്യുക എന്നതിനേക്കാൾ അവിടുത്തെ വാക്കിനെ മുൻകടക്കുന്ന മറ്റേതു പ്രവൃത്തിയാണുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയാ, നീ പറയാ അതൊന്നും എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റില്ല, ഇന്നത്തെ ശാസ്ത്രത്തിൽ അതൊന്നും ശരിയാവില്ല, കുറെ ബുദ്ധിജീവികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതുമാത്രമാണ് സത്യം, അതിനു വിരുദ്ധമാകുന്നത് കളവൻ, ലോകം മുഴുവൻ അത് സത്യമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ കളവുണ്ടാവുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു കാര്യം കൽപ്പിച്ചാൽ അതാണ് നീതി, അതിനപ്പുറത്ത് നീതി ഉണ്ടാവുകയില്ല. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, അവിടുത്തോട് നിനക്ക് കടപ്പാടുണ്ട്, റസൂലുള്ളയോട് നിനക്ക് ബാധ്യതയുണ്ട്. നോക്കൂ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ചരിത്രങ്ങളിൽ ഒന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രം റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന വിളിപ്പേര് കിട്ടുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപുള്ള വർഷങ്ങളിലാണ് അവിടുത്തെ ജീവിതത്തിലെ അതിമഹത്തരമായ മുഅ്ജിസത്തുകളിൽപ്പെട്ട, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. മക്കയിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതം അള്ളാഹു അവിടത്തേക്ക് നൽകി അനുഗ്രഹിച്ചു. എന്താ ഇസ്രാ എന്ന് പറഞ്ഞാൽ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കുമാറാകട്ടെ. മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ ഒരു ചെറിയ ഭാഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം നടത്തിച്ചു. ബുറാഖ് എന്ന വാഹനത്തിന് മുകളിൽ. ഹദീസിൽ കാണാം, അതിന്റെ കണ്ണെത്തുന്നിടത്ത് അതിന്റെ കാലെത്തുന്നതാണ്, അത്ര വേഗതയിൽ. കഴിഞ്ഞോ ഇല്ല, ബൈത്തുൽ മഖ്ദിസിലെത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോയി. 7 ആകാശങ്ങൾക്ക് മുകളിൽ അവിടുന്ന് അവിടെ അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു. ആ രാത്രി തന്നെ തിരിച്ചെത്തി. ചെറിയൊരു സമയം, ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്കയിലെത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നേരം പുലർന്നതിന് ശേഷം അവിടുന്ന് കഅബക്കരികിൽ ഇരിക്കുകയാണ്. സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇത് ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം ഈ രൂപത്തിൽ വിവരിക്കപ്പെട്ടത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിലിരിക്കുമ്പോൾ അബൂജഹൽ അടുത്തുകൂടെ നടന്നുപോയി. അവന് പരിഹാസത്തോടു കൂടി ചോദിച്ചു, എന്തെങ്കിലും പുതിയ കാര്യം കിട്ടിയിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതേ, ഒരു പുതിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈ പുതിയ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഇവൻ ഒന്നും മുണ്ടിയില്ല, ഒരക്ഷരം ശബ്ദിച്ചില്ല. അവൻ തിരിച്ചുപോയി. അവൻ പറഞ്ഞു, ഞാൻ മക്കക്കാരെ എല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നാൽ ഇത് അവരോട് കൂടി പറയും. അവിടുന്ന് പറഞ്ഞു, അതെ, ഞാൻ പറയും. അങ്ങനെ അബൂജഹൽ മക്കക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു, അവന്റെ കൂട്ടാളികളെ കൂട്ടി വന്നു, തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു തീരേണ്ട താമസം അവർ അവിടുത്തെ പരിഹസിച്ച് ചിരിച്ചു. അവരിൽ ചിലർ പറഞ്ഞു, ഇതാ മുഹമ്മദ് ഇതുവരെ പറഞ്ഞതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിചിത്രമായ കാര്യം ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ ആഘോഷവും ആർപ്പൂളിയുമായി നടക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അബൂബക്കറിനോട് അവർ ചോദിച്ചു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ, നിന്റെ സാഹിബ് പറഞ്ഞ പുതിയ വർത്തമാനം നീ കേട്ടോ? അദ്ദേഹം പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖിനോട് അവർ പറഞ്ഞു,
രാത്രിയിൽ ചില വാച്ചിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മാത്രമാണ് അവരോട് ആദ്യം പറഞ്ഞത്, മെഹറാജ് ആദ്യം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇന്നലെ രാത്രി പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അവ ഖാല ദാലിക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവോ? ഉറപ്പാണോ പറഞ്ഞത്? അവർ പറഞ്ഞു അതെ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചത് ഇതാ അബൂബക്കർ തള്ളി പറയുമെന്നാണ്. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞത് സത്യമാണ്. അവർ അത്ഭുതത്തോടു കൂടി തിരിച്ചു പറഞ്ഞു, തുസദ്ദിഖുഹു ഫി ദാലിക്, ഇപ്പറഞ്ഞ കാര്യവും നീ സത്യപ്പെടുത്തുന്നുണ്ട് എന്നോ, ഇതും നിനക്ക് വിശ്വാസമുണ്ട് എന്നോ? നോക്കൂ, അന്ന് കാലത്ത് വിമാനമില്ല, വേഗതയുള്ള യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ആൾക്കാർ ഇത്തരം വേഗതയെങ്കിലും കണക്കാക്കുമായിരുന്നു. അന്ന് മനുഷ്യർ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് ഇത്രയും ദൂരം പോയി വരണം. യാതൊരു നിലക്കും ചിന്തിച്ചാൽ അവരുടെ ചിന്തക്കുള്ളിലേ അല്ലാതെ, അവരുടെ അക്കാലഘട്ടത്തിലെ ഭൗതികമായ വിവരങ്ങൾക്കുള്ളിൽ യാതൊരു നിലക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്നും കഴിയില്ല, ഇനി ഏത് കാലത്തെത്തിയാലും കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരുടെ കഴിവുകൾക്കപ്പുറത്താണ്. അവർ പറഞ്ഞു, സദ്ദഖു ഫി ദാലിക്, ഇപ്പറഞ്ഞത് സത്യപ്പെടുത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജബൂന മിൻ ദാലിക്, നിങ്ങൾക്ക് ഈ കാണുന്നതിൽ അത്ഭുതമുണ്ടോ? ഫഇന്നി ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളിൽ സത്യപ്പെടുത്തുന്നുണ്ട്, അവിടുത്തെ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ഫീ ഖബരി സമാഇ അതീഹി റൗഹതൻ ഔ ഗദ്വതൻ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ റസൂലിന് ആകാശത്ത് നിന്ന്, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന്, ആകാശഭൂമികളെ പടച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് സന്ദേശം വന്നെത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇത് വിശ്വസിക്കാൻ പ്രയാസം. അള്ളാഹു ഖദീറാണ്, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കില്ല, അപ്പുറത്തുള്ളത് നടക്കും. എനിക്കിതിൽ വിശ്വസിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? അതിനുശേഷമാണ് അദ്ദേഹം സിദ്ദീഖ് എന്ന് വിളിക്കപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. സഹീഹായ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കണം, അതിനോട് എതിർപ്പ് പറയരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ജീവിച്ചിരിക്കുന്നെന്ന് വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നിങ്ങളോട് നേർക്കുനേരെ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നിട്ടൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് തിരിച്ചു പറയാണ്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ വിധി എന്താകുമായിരുന്നു? കാഫിറാകുമായിരുന്നു, അവൻ മുസ്ലിം ആവുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞിരുന്നു, കാഫിറാകുമായിരുന്നു. ചില ആൾക്കാർ പറയും ഹദീസിൽ അങ്ങനെ പലതും കയറി കൂടിയിട്ടുണ്ടാവില്ല. ഇല്ല, അള്ളാഹു സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകിയ കാര്യമാണ് ഈ ദീൻ. ഈ ദീനിന്റെ ഭാഗമാണ് ഹദീസുകൾ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ പലപ്പോഴും, അതാണ് രസകരമായ കാര്യമാണ്, ചിലപ്പോൾ കുറേ കാലം ആളുകൾ ചിലത് നിഷേധിക്കും. എന്നിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയോ ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഇതാ അത് സത്യസന്ധമായ ശാസ്ത്രീയമായ ചില പരീക്ഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു എന്നെങ്ങാനും പറഞ്ഞാൽ ഇന്നലെ വരെ നിഷേധിച്ചവൻ ഇന്ന് വന്നിട്ട് പറയും, കണ്ടില്ലേ ഞങ്ങൾ നബി ഇത്ര കാലം മുന്നേ പറ, അപ്പൊ ഇന്നലെ നീ ഇത് നിഷേധിച്ചതോ? നിന്റെ അടുത്തേക്ക് നബിയായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ശാസ്ത്രജ്ഞനെയാണോ അതോ അള്ളാഹുവിന്റെ റസൂലിനെയാണോ? ശാസ്ത്രം കേട്ടാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റുക? അതെങ്ങനെയാണ് സഹോദര ശരിയാവുക? അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ വിശ്വസിക്കണം, അതൊരു പരീക്ഷണമാണ്. സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ മുത്തഖീങ്ങളുടെ വിശേഷണം എന്താന്ന് പറഞ്ഞിട്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ കണക്കുകൂട്ടലുകൾ കൊണ്ടും എൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ടും എല്ലാ നിലക്കും എനിക്ക് ബോധ്യപ്പെട്ട കാര്യം അത് ഞാൻ വിശ്വസിക്കുന്നതാണോ? അതിനാണോ ഗൈബ് എന്ന് പറയുന്നത്? ഒരിക്കലും അതിനല്ല ഗൈബ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അവന്റെ ചിന്തകൾ കൊണ്ടോ നിരീക്ഷണങ്ങൾ കൊണ്ടോ പരീക്ഷണങ്ങൾ കൊണ്ടോ അവന് കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് ഗൈബ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കാൻ തീരുമാനിച്ച കാര്യമാണ്. അത് നിനക്ക് കാണിച്ചു തരാനും തീരുമാനിച്ചിട്ടില്ല.
അതിലാണ് പരീക്ഷണമുള്ളത്. അതിലാണ് പരീക്ഷണം. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മക്കയിലെ നിഷേധികൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു പറഞ്ഞു, നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു അലൈഹാ 19, ആ നരകത്തിന്റെ കാവൽക്കാരായി 19 ആളുകളുണ്ട്, 19 മലക്കുകൾ. ഇത് കേട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ചിലർ പറഞ്ഞു 19 മലക്കുകളാണ് തന്നെ നരകത്തിന്റെ കാവൽക്കാർ. നമ്മളിപ്പോ എത്ര ആൾക്കാർ ഇപ്പൊ ഇവിടെ എല്ലാവരും കൂടി കൂടിയാലുണ്ട്? എല്ലാവരും കൂടി 10 ആൾക്കാർ ഇത് ഒരു മലക്കിനാണ് നേരിട്ടാ പോരെ, എന്നിട്ട് നമുക്ക് നരകത്തിൽ നിന്ന് അങ്ങനെ കഴിച്ചിലാവും 19 ആൾക്കാർ എന്നവർ പറഞ്ഞു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ. നാം മലക്കുകളുടെ ആ എണ്ണം പറഞ്ഞത് 19. എന്താ 19 പ്രത്യേകത? അല്ലാഹു ഒരു എണ്ണം പറഞ്ഞു. എന്താ 19? 1000 എന്ന് പറഞ്ഞില്ല, 20,000 എന്ന് പറഞ്ഞില്ല. 19 എന്താ? ആ എണ്ണം നാം ഒരു പരീക്ഷണമായി പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾ അത് കേട്ടാൽ അവർ വിശ്വസിക്കും, കാഫിരീങ്ങളോ നിഷേധിക്കും. പരീക്ഷണം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈച്ചയെ കൊണ്ടോ ഒരു കൊതുകിനെ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ളതിനെ കൊണ്ടോ ഉപമ പറയാൻ അല്ലാഹു ലജ്ജിക്കുകയില്ല. ഖുർആനിൽ അല്ലാഹു ശിർക്ക് വിവരിക്കാൻ വേണ്ടി ഈച്ചയുടെ ഉപമയാണ് പറഞ്ഞത്. ഈച്ച നിങ്ങളെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വരെ നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർക്ക് സാധിക്കൂല. ഈച്ചനെ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയാൻ, അള്ളാഹു അങ്ങനെ പറയാൻ ലജ്ജിക്കുകയില്ല. ഹക്ക് വെളിവാകുന്ന കാര്യമാണെങ്കിൽ ഈച്ചയെ കൊണ്ട് അവൻ ഉപമ പറയും, മനുഷ്യർക്ക് അതുകൊണ്ട് മനസ്സിലാവുമെങ്കിൽ. فأما الذين آمنوا إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم. മുഅ്മിനീങ്ങൾക്ക് അവർക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ട്, ഇത് അല്ലാഹു അവതരിപ്പിച്ച ഹക്കാണ്. وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا. എന്നാൽ കാഫിരീങ്ങൾ ഇത് കേട്ടാൽ അവർ പറയും, എന്താ അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താ ഈച്ചനെ പറയാൻ കാരണം? എന്താ 8 കാലിനെ പറയാൻ കാരണം? യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. അല്ലാഹു ഇതുകൊണ്ട് ചിലരെ, ധാരാളക്കണക്കിന് ആളുകളെ ഹിദായത്തിലാക്കുന്നു, ധാരാളക്കണക്കിന് ആളുകളെ അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹു അവന്റെ ദീനിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുക. ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെ ഹദീസിൽ വന്നാലും വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള രണ്ടാമത്തെ ബാധ്യത അവിടുന്ന് കൽപ്പിച്ച കാര്യം അനുസരിക്കുക. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. താഅതുഹു ഫീമാ അമർ വജ്തിനാബു മാ നഹാ അൻഹു വസജർ. അനുസരിക്കാൻ, അവിടുന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞ് അനുസരിക്കാൻ, അവിടുന്ന് എന്തെങ്കിലും കാര്യം വിലക്കിയാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചതിന് ശേഷം അതിൽ അവിടുത്തെ അനുസരിക്കുക എന്നത് നിനക്ക് തന്നെയാണ് ഖൈറായിട്ടുള്ളത്. നീ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ നിന്റെ ന്യായം എന്താണ്? എന്താ നിന്റെ ന്യായം? അള്ളാഹിന്റെ അടുത്ത് നാളെ പരലോകത്തെത്തിയാൽ എന്താ നിന്റെ ന്യായം? ഞാൻ അള്ളാഹിന്റെ റസൂൽ അനുസരിച്ചതാണ്. അവിടെ അള്ളാഹു നിന്നോട് ചോദിക്കുമോ റസൂൽ എന്തിനനുസരിച്ച് ചോദിക്കോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ 2 ചോദ്യമാണ് മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മുൻപിൽ വന്നെത്തിയാൽ 2 ചോദ്യം നേരിടേണ്ടി വരും. ഒരു ചോദ്യം മാദാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് എന്ന ചോദ്യമാണ്. എന്താ അതിനുള്ള ഉത്തരം? അള്ളാഹു നിന്നാണ് ആരാധിച്ചിരുന്നത്. രണ്ടാമത്തെ ചോദ്യം വമാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളെ റസൂലുകൾക്ക് എന്ത് ഉത്തരമാണ് നൽകിയത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം പറഞ്ഞു എന്ന് നിനക്ക് ബോധ്യം, നീ അനുസരിക്കണം. എന്നിട്ട് നീ അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. അതാണ് തവക്കുലിന്റെ രൂപം. തവക്കുൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആകെ മനസ്സിലാവും ബിസിനസ്സിലുള്ള തവക്കുൽ മാത്രമാണ്. നമ്മൾ കടക്ക് നല്ലപോലെ ചെയ്തിന് ഇനി അള്ളാഹിന്റെ തവക്കുൽ ചെയ്യുക, അത് തവക്കുൽ തന്നെ, ശരിയാണ്, തവക്കുലാണത്. പക്ഷെ തവക്കുലിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയാൻ അനുസരിക്കുക. അള്ളാഹു തവക്കുൽ ചെയ്യുക, അള്ളാഹു നിന്റെ റസൂലിനെ അനുസരിച്ചിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യം അള്ളാഹു നിന്നെ ഞാൻ ഏൽപ്പിക്കാം. അത് തവക്കുലിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുസരിക്കുക എന്നുള്ളത്, അവിടുന്ന് ഒരു കാര്യം വിലക്കിയാൽ അത് വിട്ടു നിൽക്കുക എന്നുള്ളത്. നാലാമത്തെ കാര്യം, ഇബാദത്തുകളായി എന്തൊരു ഇബാദത്ത് നീ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതുപോലെ അല്ലാതെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. എത്രമാത്രം ഒരാളുടെ തൗഹീദ് ശരിയാവുകയും എത്രമാത്രം ഒരാളുടെ ഇത്തിബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് ശരിയാവുകയും ചെയ്തുവോ അതിനനുസരിച്ച് ആ മനുഷ്യന്റെ ഉള്ളും പുറവും നന്നാവും. നിന്റെ ഉള്ളു നന്നാക്കണോ, നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നേരെയാക്ക. നിന്റെ പുറം നന്നാക്കണോ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് നേരെയാക്ക. ഉള്ളും പുറവും നന്നായി ഒരു മനുഷ്യൻ നന്നായി. ചില ആൾക്കാർ ചിലപ്പോൾ പുറം മാത്രം നന്നാക്കും, പുറത്ത് നല്ല ഉഷാറാണ്, എല്ലാവരും നല്ല പെരുമാറ്റം, എല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷെ അള്ളാഹുവുമായുള്ള ബന്ധം ശരിയായിട്ടില്ല. ഇത് കാര്യമില്ല. എല്ലാവരോടും ചിരിച്ചു പെരുമാറും, പക്ഷെ അള്ളാഹിനോട് നീ നല്ല ബന്ധത്തിലല്ലെങ്കിൽ നീ കണ്ട മനുഷ്യന്മാരൊക്കെ നന്നായിട്ട് കാര്യമില്ല. നീ ഏറ്റവും നന്നായി പെരുമാറാൻ അർഹതയുള്ള നിന്റെ റബ്ബാണ്. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാർ പുറമേക്കുള്ള കാര്യങ്ങളൊക്കെ പാഴാക്കും. നിസ്കരിക്കൂല, ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും, ഇപ്പൊ തോന്നിയ പോലെ നിസ്കരിക്കും. ഏതുപോലെ എൻ്റെ കൽബാണ് എല്ലാം, എൻ്റെ കൽബ് ശരിയാണ്, അങ്ങനെ ആയിട്ടും കാര്യമില്ല. കൽബ് നന്നാണെങ്കിൽ അമല് നന്നാവണം. അമല് നന്നാകണമെങ്കിൽ കൽബ് നന്നാകണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നതാണ്. കൽബ് നന്നാകാതെ പുറം നന്നാക്കിയവർ മുനാഫിക്കുകളായിരുന്നു. കൽബ് നന്നായിട്ടില്ല, പക്ഷെ പുറത്തേക്ക് അമലുണ്ട്, കാര്യമില്ല. വേറെ ഒരു വിഭാഗം ആളുകൾ അവരുടെ കൽബ് നന്നായി എന്ന് അവർ അവകാശപ്പെട്ടു, പക്ഷെ അവർ അമൽ അവർ ബാത്തിലാക്കി കളഞ്ഞു. അവരാണ് ഫുസ്സാഖീങ്ങൾ, ഫാസിഖീങ്ങൾ, തിന്മകളിൽ മുഴുകിയ അധർമ്മികൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് അവരെ കുറിച്ചാണ്. ഈ രണ്ടിലും സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം, ഇത്രയും നമ്മൾ പറഞ്ഞത് തൗഹീദിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് അള്ളാഹു തൗഹീദ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയാൽ, നിനക്ക് അള്ളാഹു സുന്നത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയാൽ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഈ നിഅമത്ത് നന്ദി കാണിക്കാൻ ഏറ്റവും അർഹമായ നിഅമത്താണ്. മുൻഗാമികൾ ചില പറഞ്ഞതേ കാണാം, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതായി കാണുന്ന കാര്യങ്ങൾ വെറും അവൻ്റെ ഭക്ഷണവും വസ്ത്രവും വീടും മറ്റുമൊക്കെയാണെങ്കിൽ അവൻ പഴച്ച അവസ്ഥയിലാണ്. എൻ്റെ വീടിന് നന്ദി, എൻ്റെ വീട് നല്ല വീട്, എൻ്റെ നല്ല ഭക്ഷണം, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതുമാത്രമാണ് അള്ളാഹുവിനോട് നന്ദി പറയാനുള്ള ഒരു കാര്യമായി അവൻ കാണുന്നത് എങ്കിൽ അവൻ അപകടത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമായി അവൻ കാണുന്നത് ദുനിയാവ് മാത്രമാണെങ്കിൽ, ഈ പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവിന്റെ അനുഗ്രഹത്തിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കരുത് എന്നല്ല, നന്ദി കാണിക്കണം. പക്ഷെ ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്, ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്, ഏറ്റവും വലിയ നിഅമത്ത് സുന്നത്താണ്. ഇമാം അഹ്മദാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് നിഅമത്താണ് ഏറ്റവും വലുത് എന്ന്. അള്ളാഹു എന്നെ മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി ജീവിപ്പിച്ചു എന്നതോ, അതല്ല എന്നെ സുന്നത്തിലേക്ക് നയിച്ചു എന്നത്, റസൂലുള്ളാഹിനെ പിൻപറ്റുന്ന അവസ്ഥയിലാക്കി എന്നത്. ഏതാണ് എനിക്ക് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് എനിക്കറിയില്ല. ഈ നിഅമത്തിന് അള്ളാഹുവിന് നന്ദി കാണിക്കണം. ഈ നിഅമത്തിന് അള്ളാഹുവിന് ശുക്ർ പറയണം. എങ്ങനെ ശുക്ർ പറയാം? അള്ളാഹു നിന്നെ മുസ്ലിമാക്കി, അൽഹംദുലില്ലാ, റബ്ബിനോട് നന്ദി പറയാൻ. അള്ളാഹു നീ എന്നെ ഇതിൽ നിലനിർത്തണേ, റബ്ബേ എനിക്കത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് എന്ന് റബ്ബിനോട് പറയാൻ. നിനക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നീ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, നിഅമത്ത് അതിന് നന്ദി പറയുക, അള്ളാഹുവിന് ഹംദ് പറയുക. ഖുർആൻ അല്ലാഹു പറയും, അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
ഈ മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ച് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അള്ളാഹ് നമുക്ക് നേർവഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മാർഗം ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൻ്റെ ഈ നിഅമത്തിൻ്റെ വില നിങ്ങൾ ഒരിക്കൽ നിസ്സാരമായി കാണരുത്. തൗഹീദിൻ്റെ വില നോക്കൊരു മനുഷ്യൻ ഈ മേശയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ മേശയോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അയാളെ നിങ്ങൾ എങ്ങനെ ഗണിക്കുമായിരുന്നു? അയാൾക്ക് തലക്കെന്തോ പ്രശ്നമുണ്ട്, എന്തോ ഭ്രാന്താണ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ വെറുതെ എന്തെങ്കിലും വർത്താനം, ചിലപ്പോൾ അയാൾ വെറുതെ എന്തെങ്കിലും നാളെ ആരോടെങ്കിലും സംസാരിക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ച് പറഞ്ഞതായിരിക്കും. പക്ഷെ പുറമേക്ക് കാണുമ്പോൾ അത് ഒരു പൊട്ടത്തരമായിട്ടാണ് ആളുകൾക്ക് തോന്നുക, അല്ലേ? വെറുതെ സാധാരണ വർത്തമാനം. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ സംസാരം അവന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നാൽ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. എൻ്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് നീ നടത്തുന്ന ദുആ നിന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും നീ ചിന്തിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അത് കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിന് മുൻപിൽ പോയി പറയുന്ന, കൈകൊണ്ട് പടുത്തുണ്ടാക്കിയ ഒരു ഖബറിന് മുന്നിൽ പോയി പറയുന്ന, മരിച്ചുപോയ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, യാതൊന്നിനെക്കുറിച്ചും ബോധമില്ലാതെ മരണപ്പെട്ടു പോയ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത, മരണപ്പെട്ടവർക്ക് മുൻപിൽ അത് പറയുന്ന ഒരു മനുഷ്യൻ, അവന്റെ സ്ഥിതി എന്താണ്? അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് എത്ര വലുതാണ്! നിന്നെ ആ അവസ്ഥയിൽ അള്ളാഹ് എത്തിച്ചില്ല എന്നുള്ളത്. അള്ളാഹ് നിനക്ക് ഹിദായത്ത് നൽകിയെന്നത്. ലോകത്ത് നിന്നെക്കാൾ സമ്പത്തുള്ള, ഭംഗിയുള്ള, കഴിവുള്ള, ശേഷിയുള്ള, ബുദ്ധിയുള്ള, അറിവുള്ള, പല നിലക്കുള്ള കാര്യങ്ങൾ നൽകപ്പെട്ടവരുണ്ട്. പക്ഷെ അള്ളാഹ് നിന്നെ ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ് നിനക്ക് തൗഹീദ് നൽകിയിരിക്കുന്നു. അള്ളാഹു നിനക്ക് സുന്നത്ത് നൽകിയിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞാൽ അനുസരിക്കണം. ആ ബോധമില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾക്ക് ഒരു വിലയും നൽകാത്ത ആളുകൾ. നിന്നെ അള്ളാഹ് തെരഞ്ഞെടുക്കാണ്. അള്ളാഹു നിന്നോട് നിനക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാഹുവിന്റെ റസൂലിനോട് വരെ അള്ളാഹു ഇത് ഔദാര്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. നബിയെ, ഈമാൻ എന്താണെന്ന് താങ്കൾക്ക് അറിയുമായിരുന്നില്ല, വേദഗ്രന്ഥം എന്താണെന്ന് താങ്കൾക്ക് അറിയുമായിരുന്നില്ല. അള്ളാഹു പറയുന്നു, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. നബിയെ, അങ്ങേക്ക് അറിവില്ലാത്ത കാര്യം അള്ളാഹു അങ്ങേക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു അങ്ങേക്ക് ചെയ്ത ഔദാര്യം വളരെ വലുതാണ്. ആരോടെ പറയുന്നത്? റസൂലാണ് പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തു ദുഹായിൽ അള്ളാഹു പറയാണ്, അദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽആഖിറതു ഖൈറു ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദ അലം യജിദ്ക യതീമൻ ഫആവ വവജദക ضالൻ ഫഹദാ. നബിയെ, വഴികേടിലായ അവസ്ഥയിലായിരുന്നില്ല അങ്ങേ അള്ളാഹു കണ്ടെത്തിയത്. ഫഹദ, അള്ളാഹു അങ്ങേക്ക് ഹിദായത്ത് നൽകി. നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് എടുത്തു പറഞ്ഞ ഫദ്ലാണ് ഹിദായത്ത് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാത്ത കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും നസീഹത്തുള്ള, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് മരണക്കിടക്കയിൽ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അബൂ താലിബിനോട് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. പൊന്നളാപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അരികിൽ സംസാരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ അടുത്ത് വന്നിട്ട് പറയും ഏത് സന്ദർഭത്തിൽ? മരണത്തിന്റെ സമയത്ത്. എന്നിട്ട് അബൂ താലിബിന് അത് പറയാൻ കഴിഞ്ഞില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, ഹിദായത്തിന്റെ വില എത്ര വലുതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, ഹിദായത്ത് സഹോദരങ്ങളെ സമ്പത്ത് കൊണ്ട് അളക്കാൻ പറ്റിയ കാര്യമല്ല.
അത് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിനോട് നന്ദി പറയുക, ശുക്ർ ചെയ്യുക, ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കുക, വഴികേടുകൾ കേൾക്കാതിരിക്കുക, മലാലത്തുകൾ കേൾക്കാതിരിക്കുക, ഹൃദയം ശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക. അദ്ദേഹം പറഞ്ഞു, ഹൃദയം, ചിലരുടെ ഹൃദയം ഒരു സ്പോഞ്ച് പോലെയാണ്, കേൾക്കുന്നതെല്ലാം അത് വലിച്ചെടുക്കും. ദലാലത്തുകൾ കേൾക്കുന്ന ശ്രദ്ധിക്കുക. ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് പോലും ബോധ്യമുള്ളത് പോയി എന്നുള്ളത്. അതാണ് അതിന്റെ പ്രശ്നം. ഒരു മനുഷ്യൻ തിരിച്ചറിവുണ്ടോ ഇത് പോയി എന്നുള്ളത്? എൻ്റെ അടുത്ത് ഒരു ഞാമത്ത് പോയി എന്നില്ല. അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയ ഞാമത്തിലായിന്ന, എന്നാൽ അവൻ നാശത്തിലാണ്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനോട് ഈ ഞാമത്തിന്, ഹിദായത്തിന് ശുക്ർ ചെയ്യുന്നവരാകുക. മരണം വരെ, മരിക്കുന്നത് വരെ ആ കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരു ഉമ്മത്താക്കിയിരിക്കുന്നു. നമ്മുടെ റബ്ബ് അള്ളാഹു മാത്രമാണ്. നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ കിതാബ് അള്ളാഹുവിൻ്റെ കിതാബാണ്. നമ്മുടെ ഖിബ്ല അള്ളാഹു നിശ്ചയിച്ചു തന്ന കഅബയാകുന്ന ഖിബ്ലയാണ്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. നമുക്ക് അള്ളാഹു മാതൃകയാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നത് മുൻഗാമികളായ സഹാബികളെയാണ്, സലഫു സാലിഹീങ്ങളെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിട്ടേച്ചു പോയ മാർഗത്തിൽ നിലകൊള്ളുക, അതിൽ ഒരുമിച്ച് നിൽക്കുക, തൗഹീദിന്റെ വഴിയിൽ, സുന്നത്തിന്റെ വഴിയിൽ ഒരുമിച്ച് നിൽക്കുക. അതിലാണ് ഒരുമിക്കേണ്ടത്. അല്ലാതെയുള്ള ഒരുമകളെല്ലാം തകരുന്നതാണ്. അല്ലാതെ പേരിന് മാത്രം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ, സഹോദര മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഷഹാദത്ത് ചൊല്ലി നിങ്ങൾക്ക് ഒരുമിക്കണോ, നിങ്ങൾക്ക് ഐക്യപ്പെടണോ, നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരാം. ഒരുമിക്കാൻ വേണ്ടി ഒരുമിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരുമിക്കൂല. യഹൂദരെ പറ്റി അള്ളാഹു പറഞ്ഞതുപോലെയായിരിക്കും കാര്യം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, തഹ്സബൂനഹും വഖുലൂബുഹും ശത്താ, തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. ജസാക്കല്ലാഹു ഖൈർ. തഹ്സബുഹും ജമീഅൻ, അവരെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഒരുമിച്ചാണ്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ ചെതറി തെറിച്ച നിലയിലാണ്. അങ്ങനെ ആകരുത്. എപ്പോഴാണ് ഹൃദയങ്ങൾ ഒരുമിക്കുക? ഒരേ അഖീദ ഉണ്ടാകുമ്പോഴാണ്, ഒരേ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് ഒരു ജാറത്തിൽ, വേറൊരാൾ ഇബാദത്ത് ചെയ്യുന്നത് വേറൊരു മഖ്ബറയിൽ, വേറൊരാളെ ഇബാദത്ത് വേറൊരു കോളത്തിൽ. ഇങ്ങനെയല്ലേ ഐക്യണ്ടാവുക? സഹാബികളെ നോക്കൂ നിങ്ങൾ. അവർക്കിടയിൽ ജാറങ്ങൾ ഉണ്ടായിരുന്നില്ല, മഖ്ബറകൾ ഉണ്ടായില്ല, അവർക്കിടയിൽ ഐക്യം ഉണ്ടായിരുന്നു. ഐക്യത്തിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യം ഒന്ന് നല്ല അഖീദയാണ്, നല്ല മാർഗമാണ്, നല്ല ഇത്തിബാഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. അതിലൂടെ അല്ലാതെ ഐക്യമുണ്ടാവുകയില്ല. സഹോദര, ഐക്യം എന്നത് പറയാനും കേൾക്കാനും ഒക്കെ ഏറ്റവും മനോഹരമായ വാക്കാണ്. ഏത് മുസ്ലിമിന്റെ മനസ്സിലാണ് അത് ആഗ്രഹമില്ലാത്തത്? ഏത് മുസ്ലിമിന്റെ മനസ്സിലാണ് അതിന് ആഗ്രഹമില്ലാത്തത്? പക്ഷെ അതിനുള്ള വഴി അഖീദ ഒന്നാകല. അതല്ലാതെ വഴിയില്ല. നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയൊക്കെ നിങ്ങൾ ഏച്ചു കെട്ടിയാലും അത് മുഴച്ചു തന്നെ നിൽക്കുക തന്നെ ചെയ്യും. ഒരു പ്രയാസകരമായ ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിന് മുസ്ലിങ്ങൾക്ക് എത്ര സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ വന്നു നിൽക്കുന്ന ഘട്ടങ്ങളിൽ അവർ ചിലപ്പോൾ പുറമേക്ക് ഒരുമിക്കും. എല്ലാവരും കൂടി, എല്ലാ സംഘടനകളും ഒരുമിച്ച്, എല്ലാ കക്ഷികളും ഒരുമിച്ച് പ്രസ്താവന ഒക്കെ പുറത്തിറക്കും. ഉടനടി അതാ അവിടെ നിന്ന് വേറെ ആൾ പറയും, നിങ്ങൾക്ക് എങ്ങനെ ഒരുമിക്കാൻ പറ്റുക? നിങ്ങളെ വാദപ്രകാരം ജാറത്ത് പോയ ശിർക്കാൻ, വേറെ തന്നെ പോയി കഴിഞ്ഞാൽ തൗഹീദാണ്. നിങ്ങളെങ്ങനെ ഒരുമിക്കും? അതോടുകൂടി പ്രശ്നമായ ഇടയിലാകെ തർക്കായി. പിന്നെ അവസാനം അതൊക്കെ പിരിച്ചു വിട്ടു, എല്ലാ കമ്മിറ്റിയും പിരിച്ചു വിട്ടു. ഇതിവിടെ നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായപ്പോൾ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ, പുറത്തുള്ള ആൾക്കാരെ അവർ വന്നിട്ട് പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ഒരുമിക്കുക? ഇവിടുത്തെ ജാറുണ്ട്, അപ്പുറത്ത്. നോക്കൂ, ഒരുമിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ മാർഗത്തിലേക്ക് തിരിച്ചു പോവുക. അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ.
അതിലെങ്ങനെയാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കൂടെ അഭിപ്രായ വ്യത്യാസമില്ല. ആകെയുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ എന്താ? പിൽക്കാലത്ത് പുതിയ ആളുകൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞു, അപ്പൊ രണ്ടാൾക്കാരായി. അങ്ങനെയല്ലേ ഭിന്നിപ്പുണ്ടായത്? മുസ്ലാമിക സമൂഹത്തിൽ ആദ്യത്തെ ഭിന്നിപ്പുണ്ടാകുന്നത് എപ്പോഴാണ്? ഖവാരിജുകളുടെ ഭിന്നിപ്പാണ്. എങ്ങനെ ഭിന്നിപ്പുണ്ടായത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിധത്തിൽ അവർ പുതിയൊരു അഖീദ ഉണ്ടാക്കി. അവർ പറഞ്ഞു വൻപാപം ചെയ്താൽ അവൻ കാഫിറാണ്. റസൂൽ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിക്കോട്ടെ, ഖവാരിജുകൾ എന്നൊരു കക്ഷി ഉണ്ടായി, മുസ്ലിങ്ങൾ വേറൊരു ഭാഗത്തായി മാറി നിന്നു. ഇവരെ ഒരുമിപ്പിക്കണം. എന്താ വഴി? ഖവാരിജുകൾ അത് ഒഴിവാക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഇവരങ്ങോട്ട് പോവുക എന്നതൊരു വഴിയാണോ? അല്ല, ഒരിക്കലുമല്ല. കാരണം എന്താ? ഇവരങ്ങോട്ട് പോയാൽ ഇനി വേറെ കക്ഷി ഉണ്ടാവും, എത്രയിച്ചിട്ട് പോവും. എന്നാൽ എല്ലാവർക്കും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു വഴി, നിങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക. എന്തേ കയർ? ഖുർആനാണ്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിലപ്പോൾ ആൾക്കാർ ഇത് പറയുമ്പോഴുള്ള പ്രയാസം എന്താന്ന് വെച്ചാൽ, ആൾക്കാർ കണ്ടില്ല, ഐക്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ഐക്യം ഉണ്ടാവും, പിന്നെ അവസാനം പറഞ്ഞു ഖുർആനും സുന്നത്തും, ഇപ്പൊ നടക്കുന്ന കാര്യം. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ പണിയെടുക്കുക. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ഇതിന്റെ ഫലം ഉണ്ടാവോ ഫലം ഉണ്ടാവൂലേ, നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹു പണിയെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഫലം അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ മരിച്ചു പോവും. മരിച്ചാൽ എന്താ? ഖൈർ, കുഴപ്പമില്ല. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, ഐക്യം എന്നത് ഒരിക്കലും ഐക്യത്തിനു വേണ്ടി ഐക്യം ഉണ്ടാവുകയല്ല. പക്ഷെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധ്യമാകുന്നിടത്തോളം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും മസ്ജിദിലും പള്ളി കമ്മിറ്റിയിലൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് ആളുകൾ പരസ്പരം പ്രശ്നമായി, ഭിന്നിപ്പായി, തമ്മിൽ പ്രശ്നമായി, പിന്നെ അങ്ങോട്ട് ഇടമുണ്ടില്ല ഇങ്ങോട്ട് ഇടമുണ്ടില്ല. എങ്ങനെ ആവരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ തൗഹീദുള്ള ആളുകൾ, കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന ആളുകൾ, പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്ന ആളുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സങ്കടമുണ്ടാക്കുന്ന കാര്യം. മസ്ജിദിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ധാരാളം ആൾക്കാരെ കാണും, മാഷാ അല്ലാഹ്, എല്ലാവരും നല്ല സ്നേഹത്തിലും ബന്ധത്തിലും പരസ്പര ഐക്യത്തിലും ഒക്കെ അടുപ്പത്തിലൊക്കെ ഇരിക്കും. ഒരു 2 കൊല്ലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണാം, അവരെ കാണാനില്ല, ഇവരെ കാണാനില്ല, ചോദിച്ചാൽ പോരില്ല, അവന് പോരില്ല, അവൻ അവിടെ വരില്ല, എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആകരുത് സഹോദര. പരമാവധി ഐക്യം നിലനിർത്താൻ കഴിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാളെ ഉപദേശിക്കുമ്പോൾ ഭിന്നിപ്പിച്ചിട്ട് അടങ്ങുന്നുള്ള രൂപത്തിൽ ഉപദേശിക്കരുത്. എങ്ങനെയെങ്കിലും അവനൊന്ന് ശരിയായി കിട്ടിയാൽ ഖൈർ എന്ന രൂപത്തിൽ ഉപദേശിക്കുക. അവൻ നന്നാകുന്നത് എനിക്കും അവനും പരലോകത്ത് എല്ലാവർക്കും ഖൈറാണ്. നമ്മുടെ പരസ്പരമുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ദീനിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. അതിൻ്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കരുത്. വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഞാനടക്കം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കും ഒരാളോട് വ്യക്തിപരമായ ഒരു വിദ്വേഷമുണ്ട്, അതിൻ്റെ പേരിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടാക്കുക അത് ചെയ്യരുത്. ഞാൻ അള്ളാഹിന്റെ മുന്നിൽ നാളെ മറുപടി ഇറങ്ങി വരും. ദീനിയായ ഇസ്ലാമികമായ അള്ളാഹുവിൻ്റെ അടുത്ത് പറയാൻ എനിക്കൊരു ന്യായമില്ലാതെ ആൾക്കാർ അകറ്റരുത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ചെയ്യാൻ പാടില്ല. സഹോദരങ്ങളെ, മസ്ജിദിലുള്ളവർ പലപ്പോഴും സങ്കടകരമായ കാര്യം, ആൾക്കാർ ചിലപ്പോൾ നല്ല രൂപത്തിൽ എന്തെങ്കിലും ഒരുമിച്ചാൽ അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലായ ഏതെങ്കിലും ഒരുത്തം വരുമ്പോഴും അങ്ങനല്ലേ അവരിങ്ങനല്ലേ എന്ന് പറഞ്ഞ് ഇത് പിരിപ്പിക്കാനായി നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇത്തരം ഫിത്നയുടെ ആളുകളെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിടയിലെ ബന്ധം എന്തെങ്കിലും ഒരു കൃത്രിമമായ കെട്ടിന്റെ പേരിലാകരുത്. ഒരു സംഘടന, ഒരു സംഘം, ഒരു മസ്ജിദ്, ഇപ്പൊ ഈ പള്ളിയുടെ ആൾക്കാർ മാത്രം ഒരു കൂട്ടര്, വേറെ പള്ളിന്റെ ആൾക്കാർ വേറെ കൂട്ടര്, ഒരു മർക്കസ് വേറെ, ഇങ്ങനെ ആവരുത്. തൗഹീദ് സുന്നത്ത് പാലിച്ചാൽ അൽഹംദുലില്ലാഹ്, ഓന് ഏതിലാണെങ്കിലും എവിടാണെങ്കിലും നമ്മുടെ സഹോദരനാണ്. ഏത് ടീമിൽപ്പെട്ടതാണെങ്കിലും. എന്നാൽ ആ ടീമിന്റെ ദലാലത്തൊന്നും പറയുന്നില്ല, അവന് ഹക്ക് പറയുന്ന ആളാണ്, അൽഹംദുലില്ലാഹ്, യാതൊരു ഉദ്ദേശവും ഒരാൾ ഉണ്ടാവാനും പാടില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ
എത്രമാത്രം അത് സ്വീകരിക്കുന്നില്ല അതിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അവനോടുള്ള അകൽച്ച ഉണ്ടാകാൻ പാടുള്ളൂ. അതിനെ ചിലപ്പോൾ അകൽച്ച പുറമേക്ക് കാണിക്കാൻ പറ്റിയ സമയത്തായിരിക്കും. ഒരാൾ ഒരു തിന്മ ചെയ്യുമ്പോഴേക്ക് അവനെ ശത്രുവായി കാണേണ്ടതില്ല. ചിലപ്പോൾ അത് തിരുത്താൻ പറ്റും. തിരുത്താനുള്ള വഴി പലപ്പോഴും ആളുകൾക്ക് അവനവൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ തിരുത്താൻ ഒറ്റ വഴിയുള്ളൂ. അതേതാണ്? ഇണക്കത്തിൻ്റെ വഴിയാണ്. അവനവൻ്റെ ദുനിയാവിന് നേട്ടമുള്ള കാര്യമാണെങ്കിൽ. ദീനിൻ്റെ കാര്യത്തിൽ പലർക്കും തിരുത്താൻ ആകെ ഒരു വഴി അറിയാം. എന്താ? പലരും പറയും 8 മുറി 2 അങ്ങനെ. കാരണം ദീന് എന്തായാലും എന്താ, ദുനിയാവ് അവനവൻ്റെതാണ്. നോക്കൂ, ഒരു മനുഷ്യൻ നിങ്ങളെ കടയിൽ കയറി വന്നൊരു സാധനം വാങ്ങിക്കാൻ വന്നു. അപ്പൊ നിങ്ങളൊരു സാധനം, ഈ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണെന്ന് അവർ കാണിച്ചു കൊടുത്തു. അവർ ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞു. നീ അയാളോട് ആരാ നിന്നോട് ഇത് പറഞ്ഞതിനെ ചൂടാവോ? ഇല്ല. കാരണം എന്താ? ഇതോന്ന് എടുത്തു കഴിഞ്ഞാൽ നിനക്കാണ് ലാഭം. ഇതിപ്പോ ഒരു 10 റുപ്യന്റെ സാധനം ആയിരിക്കും, ഒരു 10,000 റുപ്യന്റെ അല്ലെങ്കിൽ ഒരു 1,00,000 ലാഭം കിട്ടുന്ന ഒരു സാധനം നീ വിൽക്കുന്നെന്ന് വിചാരിച്ചു നോക്ക്. നീ എങ്ങനെ ആയിരിക്കും വിൽക്കുക? എല്ലാവർക്കും അറിയാം എങ്ങനെ വിൽക്കാൻ. ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം എങ്ങനെ വിൽക്കേണ്ടത്. നല്ല മര്യാദയോടുകൂടി സംസാരിക്കാൻ, അവന് എന്തൊക്കെ ചൂടായാലും ചിരി കളയാതെ പിടിച്ചു നിർത്താൻ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? അത് അവനവൻ്റെ ദുനിയാവാണ്, നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാവർക്കും അതറിയാം. എന്നാൽ വേറെ ഒരുത്തൻ്റെ ഹിദായത്തിൻ്റെ കാര്യം വന്നാൽ അവൻ നീ പറയുന്നത് സ്വീകരിക്കാതെ എന്തെങ്കിലും ഒരു വാക്ക് നിന്നോട് എതിർത്ത് പറ, ഖലാസ് കഴിഞ്ഞു. പിന്നെ നിന്റെ വായിൽ നിന്ന് എന്താ വരെ നിനക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് നിന്റെ ദുനിയാവല്ല, അത് അവന്റെ ദീനല്ലേ, എന്തിലായിക്കോട്ടെ. അങ്ങനെ ആകരുത്. നിനക്ക് അതിനേക്കാൾ വിലയുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. നിനക്ക് ധാരാളം ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ത്? ഒരു മനുഷ്യനെ നീ കാരണം ഹിദായത്തിലാക്കാന്നുള്ളത്, ഒരാൾ ശിർക്കിൽ തൗഹീദിൽ എത്താന്നുള്ളത്, ഒരാൾ ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് എത്താന്നുള്ളത്, ഒരാൾ ഹറാമു ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹ് അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താന്നുള്ളത്. അങ്ങനെ ഒരാളെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന അത്ര വലിയ കാര്യമാണ്. നിനക്കാണ് നേട്ടം, അവനല്ല. അവനുള്ള നേട്ടം അവനുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ നിനക്ക് അതിലൂടെ വലിയ നേട്ടം കിട്ടാനുണ്ട്. പിന്നെ അവന് എന്തൊരു നന്മ ചെയ്ത് നിനക്കതിൽ പങ്കുണ്ട്. എത്ര നീ വെറുതെ വീട്ടിലിരിക്കുക, ഉറങ്ങുക, അവർ രാത്രി നിസ്കരിച്ചാൽ നിനക്കൊരു പുണ്യം. എത്ര പുണ്യം നാലിച്ച് നോക്കുക. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, നീ കിടന്നുറങ്ങുന്ന, അവൻ നിസ്കരിക്കുന്ന, നിനക്ക് പുണ്യം. നിന്റെ കയ്യിൽ 5 പൈസയില്ല, വേറെ ആൾ സദഖ കൊടുക്കാനും പൈസയില്ല, അവൻ പൈസ സദഖ കൊടുക്കും, നിനക്ക് പുണ്യം. ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഹിദായത്ത് എത്രമാത്രം ആഗ്രഹിക്കും അവനെ കൊണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇസ്ലാമിൽ ഒരു മനുഷ്യനെ തിരുത്താൻ 2 വഴികളുണ്ട്. ഈ 2 വഴിയുണ്ട്. ചില സന്ദർഭത്തിൽ തിരുത്തേണ്ടത് ഇണക്കിക്കൊണ്ടാണ്. ഉദാഹരണത്തിന്, നിന്നെക്കാൾ പ്രായമുള്ള ഒരാൾ, അല്ലെങ്കിൽ നിന്റെ വാപ്പ, നാട്ടിൽ സ്ഥാനമുള്ള ഒരു മനുഷ്യൻ, പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് സ്ഥാനമാനങ്ങളുള്ള ആൾക്കാർ, നിന്നെക്കാൾ പ്രായമുള്ള ആൾക്കാർ, നിന്നെ പഠിപ്പിച്ച ഉസ്താദ്, അവരോടൊക്കെ പോയി തിരുത്താൻ സ്വീകരിക്കേണ്ട തലീഫിൻ്റെ രൂപമാണ്. അടുപ്പിച്ചുകൊണ്ട്, നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, നല്ല പ്രയോഗം നടത്തിക്കൊണ്ട്. പലപ്പോഴും തൗഹീദ് സ്വീകരിക്കുന്ന ചില കുട്ടികൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പെട്ടതാണ്. തൗഹീദ് മനസ്സിലാക്കുക, വീട്ടിലേക്ക് പോവുക, വീട്ടിൽ പ്രശ്നമാവുക. രക്ഷിതാക്കൾ ചിന്തിക്കുന്ന, വാപ്പിയമ്മ ചിന്തിക്കുന്ന, ഇത്രയും കാലം ഇന്നോട്ട് നല്ലപോലെയായിരുന്നു, ഇപ്പൊ ഇത് തൗഹീദൊക്കെ പഠിച്ചു നോക്കിയപ്പോൾ എന്റെ സ്വഭാവമാകെ മോശമായി. അങ്ങനെ അവർ ചിന്തിക്കുക. അവരേക്ക് തൗഹീദ് എന്തോ പ്രശ്നമുള്ള കാര്യമെന്ന് അവർ വിചാരിക്കുക. ഒരിക്കലും ഏതോ ഒരു ചങ്ങാതി ഇതേപോലെ മനസ്സിലാക്കിയിട്ട് അവൻ വീട്ടിൽ പോയി വാപ്പ TV കണ്ട് TV എടുത്ത് ഒറ്റ കയറി. ആൾക്കാരെന്താ അങ്ങനെ ചെയ്താൽ മനസ്സിലാക്കുക? നീ പറഞ്ഞത് ശരിയാണ് എന്നാണോ അല്ല വേറെ എന്തെങ്കിലും ആണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ബുദ്ധിയില്ലാത്ത കാര്യമാണ്. വാപ്പാനോട് നസീഹത്ത് കൊടുക്കേണ്ടത്, ഉമ്മാനോട് നസീഹത്ത് കൊടുക്കേണ്ടത് ഒരിക്കലും മറ്റുള്ള ആൾക്കാർ നസീഹത്ത് കൊടുക്കുന്ന പോലെയല്ല. അതേപോലെ പ്രായമുള്ള ആൾക്കാരോട് ഇങ്ങനെയുള്ള ഒരു തലീഫിന്റെ രൂപമാണ് സ്വീകരിക്കുക, അടുപ്പിക്കുന്ന രൂപം. എന്നാൽ ചില ആളുകളുണ്ട്, അവരോട് ചിലപ്പോൾ നസീഹത്ത് കൊടുക്കേണ്ട രൂപം നേരെ തിരിച്ചാണ്, കുറച്ച് പരിശുദ്ധയിലാണ്. അതിന് പല കാരണങ്ങൾ സ്വീകരിക്കാം. ഉദാഹരണത്തിന്,
ഒരാൾ തിന്മ ചെയ്ത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ ഖാദിയാനിസം എന്ന് പറഞ്ഞൊരു ഫിത്നയില്ല. അപ്പോൾ ഒരുത്തനൊരു ഖാദിയാനി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇവനെ നന്നാക്കാൻ വേണ്ടി എല്ലായിടത്തും കാണുമ്പോൾ അസ്സലാമു അലൈക്കും, സ്വന്തം നല്ല വിശേഷം എന്ന് പറഞ്ഞ് നല്ലപോലെ പെരുമാറണ്ടില്ല. അവനെ മുണ്ടന്നെ പാടില്ല. എന്തുകൊണ്ട്? അവന്റെ ഈ ഉപദ്രവം മറ്റുള്ളവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അവൻ അകറ്റിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന 3 ആളുകളെ മാറ്റിർത്തിയതുപോലെ. ഖുർആനിൽ വന്ന സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ചില സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിന്റെ ഒരു അനിയനാണ്, അവനും നീയായിട്ട് നല്ല അടുത്ത ബന്ധത്തിലാണ്, അവന് നീ എന്ന് പറഞ്ഞാൽ അത്രയും വിലയാണ്, അത്രയും സ്ഥാനമുണ്ട് നിനക്ക് അവന്റെ മനസ്സിൽ. അപ്പൊ നീ ഒരിക്കലും ഒരു എന്ത് തിന്മ അവൻ ചെയ്യുന്നത് കണ്ടു. അപ്പൊ നീ ഒന്ന് മുഖം ചുളിച്ചാൽ ചിലപ്പോൾ നന്നാവും. അവിടെ നീ പോയിട്ട് ഇണക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവന് തിരുത്തുന്ന രൂപം അങ്ങനെയല്ല. അവിടെ ചിലപ്പോൾ നീ ഒന്ന് ചൂടായാൽ അത് പിന്നെ അവൻ ചെയ്യില്ല. നിനക്ക് വിലയുണ്ട് എന്നതുകൊണ്ട് ഭർത്താവ് തിരുത്തേണ്ട രൂപം, ഭാര്യ തിരുത്തേണ്ട രൂപം സമാനമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? വഹ്ജുറൂഹും ഫിൽ മദാജിഅ വഇദൂഹും, നിങ്ങൾ അവരെ ഉപദേശിക്കണം. അത് നന്നായിട്ടില്ലെങ്കിൽ വഹ്ജുറൂഹും ഫിൽ മദാജിഅ, കിടക്കയിൽ അവരെ അകറ്റണം എന്നാണ്. എങ്ങനെ കിടക്കയിൽ അകറ്റാം? മുസ്ലിങ്ങൾ കിടക്കൊന്നാകെ ഒഴിവാക്കലല്ല. ചില പറഞ്ഞു, അങ്ങനെ ഭാര്യയുടെ ഇണക്കമുണ്ടെങ്കിൽ നീ സാധാരണ അവിടത്തേക്കാണ് തിരിഞ്ഞെടുക്കുന്നെങ്കിൽ ഒന്ന് തിരിഞ്ഞെടുക്കുക, ഇപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കുക. നമ്മളെവിടെ കിടന്നാലും അല്ലേ, ചെങ്ങോട്ട് തിരിഞ്ഞാലും ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത, അങ്ങനെയാണെങ്കിലോ കാര്യമില്ല. നിന്റെ അകൽച്ച അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ ആദ്യം കാണിക്കുക, എന്നിട്ട് അടുത്ത് അങ്ങനെയാണ്. ചില ആളുകളോട് തിരുത്തേണ്ട രൂപം പരുഷമായിട്ടായിരിക്കും, വേറെ ചിലരോട് ഇണക്കത്തിലായിരിക്കും. ഇത് ദുനിയാവിന്റെ കാര്യത്തിൽ പൊതുവേ നമുക്ക് അറിയാം. ദീനിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇത് പലപ്പോഴും വിസ്മരിക്കുന്നത്. സഹോദര, നീ ദീൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധിയാണ് നീ. ആ ബോധം നിനക്കുണ്ടാവണം. നീ വെറുതെ ഒരു പണിക്കല്ല ഇറങ്ങിക്കുന്നത്, നബിമാരെ പണിക്കാൻ ഇറങ്ങിക്കുന്നത്. അപ്പൊ നിനക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. നീ തൗഹീദിന്റെ പ്രതിനിധിയാണ്, സുന്നത്തിന്റെ പ്രതിനിധിയാണ്, ദീനിന്റെ പ്രതിനിധിയാണ്. അപ്പൊ നീ ശ്രദ്ധിക്കണം. എങ്ങനെങ്കിലുമൊക്കെ ആയിക്കോ, അങ്ങനെ പറ്റൂല, നല്ലപോലെ തന്നെ ആവണം. അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ ആകണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. ഇപ്പൊ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള ഈ ഐക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം ദഅവത്താണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. ഞാനത് അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സഹോദരങ്ങളെ, തൗഹീദ് എത്താത്ത എത്ര മനുഷ്യരാണ് പുറത്തുള്ളത്. നമ്മൾ എല്ലാവരും ഓരോരുത്തർ 2 ആളെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അയാൾക്ക് ഓരോ ദിവസവും 2 ക്ലാസ്സൊക്കെ അയച്ചു കൊടുത്ത് ഒരു വോയിസ് ഇട്ട്, ഈ ക്ലാസ്സുകൾ കേട്ടോക്കിയോ, എന്തായാലും പറഞ്ഞത് ഈ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ്, എല്ലാവർക്കും ഒരേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. ഒരു 2 ആളെ എടുത്താൽ മതി. 10 ആളെ 100 ആളൊക്കെ ഗ്രൂപ്പിലാക്കാൻ പറ്റും. വേണ്ട, അത്ര വേണ്ട, 2 ആളെങ്കിലും. നിന്നെ കൊണ്ട് 2 ആളെങ്കിലും ഹൈറിലാവട്ടെ. അവനെ കൊണ്ടൊരു 4 ആള്, അവനെ കൊണ്ടൊരു 8 ആള്, അങ്ങനെ പോകട്ടെ. സഹോദര, നിന്റെ കുടുംബത്തിലുള്ള ആളുകൾ, നിന്റെ പരിചയത്തിലുള്ള ആൾക്കാർ, എനിക്കറിയാം അങ്ങനത്തെ ചില ആൾക്കാർ, ജസാമുല്ലാ ഖൈറൻ, അള്ളാഹ് പ്രതിഫലം നൽകട്ടെ. ചില ആളുകൾ മാഷാ അല്ലാഹ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും 5-6 ആൾക്കാരെ ഒരു ഗ്രൂപ്പിലാക്കും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഭാര്യ അതുപോലെ തന്നെ ആ 5 ആൾക്കാരുടെ കുടുംബങ്ങളെ, ഭാര്യമാരെ ഒക്കെ വേറെ ഗ്രൂപ്പിലാക്കും. എന്നിട്ട് ഒരു ദിവസം ഒരു 10 മിനിറ്റ് 20 മിനിറ്റിന്റെ ഒരു ക്ലാസ് ഇട്ടു. എന്നിട്ട് ഒരു 4-5 ചോദ്യം എഴുതിയിട്ട് അതിലിടും, ഉത്തരം പറയാൻ പറയും. എത്രയോ ആൾക്കാർ അൽഹംദുലില്ലാഹ് സംസാരിച്ചു, ധാരാളം ആൾക്കാർ അൽഹംദുലില്ലാഹ് നല്ല ഹൈറിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കൂ. അപ്പൊ ഒരാൾ ചിലപ്പോൾ ഗ്രൂപ്പിലാക്കി, ഇന്നിന്റെ ഒരു ഗ്രൂപ്പിലാക്കരുത്, എനിക്ക് ഈ ശല്യം പറ്റില്ല എന്ന് പറയും. അടുത്ത തവണ കാണുമ്പോൾ സലാം പറഞ്ഞ്, ഇല്ല നീ ആക്കുന്നില്ല എന്ന് പറയാ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാക്കി വെക്ക. അവന്റെ ഹൈറിന് വേണ്ടിയാണ്, അവന്റെ നന്മക്ക് വേണ്ടിയാണ് അത്. അവന് എന്തെങ്കിലും ഒരിക്കലും അത് മനസ്സിലാകും. ഞാനും മനസ്സിലായിട്ടില്ലെങ്കിലോ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറയാനുള്ള നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലമുണ്ട്. ദഅവത്ത് സഹോദരങ്ങളെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ നമ്മൾ മടിഞ്ഞിരിക്കരുത്. ഒരു ദിവസം കുറഞ്ഞ സമയങ്ങളിൽ നിന്റെ കുടുംബത്തിൽ 2 ആൾക്കാരെ നീ തെരഞ്ഞെടുത്തോ, നല്ല രൂപത്തിൽ അവർക്ക് ദഅവത്ത് നടത്തിയോ.
നമ്മൾ മടിഞ്ഞിരിക്കുന്നത് എത്ര സമയം ഇതിന് ആവശ്യം ഉണ്ടാവും? ഒരു ദിവസം വളരെ കുറഞ്ഞ സമയം ആവശ്യം. ഒരു ക്ലാസ് എടുക്കുക, ഒരു സീരീസ് ആയ ഒരു ക്ലാസ് എടുക്കുക, അത് ഒരു 10 മിനിറ്റ് മാറ്റിയിട്ട് അയച്ചു കൊടുക്കുക, പിന്നെ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 2-3 ക്ലാസ്. കുറേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുക്കും. കുറേ ഇട്ട് ഒരു എന്താ നോക്കുന്നില്ല. അങ്ങനെയല്ല, ഒരാഴ്ച 2-3 ക്ലാസ്, അത് തന്നെ ക്ലാസ് മുഴുവൻ ഇട്ട് കൊടുക്കണ്ട. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് കേട്ട് നോക്കി, നല്ലൊരു ഭാഗം നിങ്ങൾക്ക് ഒരു കേട്ടാൽ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നൊരു ഭാഗം കണ്ട് അതിട്ട് കൊടുക്കുക. ഏത് മനുഷ്യനാണ് എപ്പോഴാണ് ഹൈറിലേക്ക് എത്താൻ പറയാൻ പറ്റും? അവനെ ഈ ഹൈറിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്കാണ് ഇതുകൊണ്ട് പ്രതിഫലം. സഹോദരങ്ങളെ, മുൻഗാമികൾ പറഞ്ഞതുപോലെ طوبى لمن مات ولم تمت حسناته. ചില ആളുകൾ അവർ മരിച്ചതിന് ശേഷവും അവരുടെ നന്മകൾ മരിച്ചിട്ടില്ല. അവൻ ഖബറിലാണ്, പക്ഷെ അവനെ കൊണ്ടുള്ള നന്മ അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ നിന്നെ കൊണ്ട് ഇസ്ലാമിലേക്ക് എത്തിയാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവൻ്റെ നന്മ, പിന്നെ അവൻ കല്യാണം കഴിച്ച് മക്കളുടെ ഒക്കെ നന്മ നിനക്കുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കുള്ള ഖൈർ, ഈ ഉമ്മത്തിൽ ഏതൊരാൾ എന്തൊരു ഖൈർ ചെയ്തോ അതൊക്കെ റസൂലിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടെ നിന്നാണ് എത്തിച്ചു തന്നത്. അതുപോലെ സഹാബികൾക്കുണ്ട്, കാരണം അവർ മുഖേനയാണ് ഇത് നമുക്ക് എത്തിയത്. അതുകൊണ്ട് ദീൻ എത്തിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സഹോദരങ്ങളെ, അവസാനത്തെ കാര്യം, നമ്മൾ ജനങ്ങളുമായി കൂടി ജീവിക്കുന്നവരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടും മനുഷ്യന് ആവശ്യമാണ്. ആളുകളുമായി കൂടിയിരിക്കണം, അതോടൊപ്പം തന്നെ അവന് ഒറ്റക്ക് അള്ളാഹുവിനോടൊപ്പം ഇരിക്കേണ്ട സമയങ്ങളും വേണം. അതിനാണ് ഖൽവ എന്ന് പറയുക, അല്ലെങ്കിൽ ഉസ്ല എന്ന് പറയുക. രണ്ടും മനുഷ്യർക്ക് വേണം. ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരിക്കുക എന്നത് ഇല്ലാതെയായിരിക്കും. എവിടെ പോലും ഈ സാധനമുള്ള ഫോണുള്ളത് കൊണ്ട് തന്നെ ഇതിലിങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കും. അപ്പോൾ മെസ്സേജ് വരും, ശ്രദ്ധിക്കും. പിന്നെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വരെ മനുഷ്യൻ ഒറ്റയ്ക്കല്ല. എന്നാൽ കുറഞ്ഞ സമയമെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റയ്ക്കിരിക്കുക. എന്തിനാ ഒറ്റയ്ക്കിരിക്കുക? വെറുതെ ഒറ്റയ്ക്കിരിക്കുക അല്ല, ഒറ്റയ്ക്കിരുന്ന് അവനവനെ പരിശോധിക്കാൻ. നമുക്ക് നമ്മുടെ സ്വന്തം നഫ്സിനെ പരിശോധിക്കാൻ കുറച്ച് സമയം വേണം. അള്ളാഹുമായുള്ള നിന്റെ ബന്ധം എന്താണ്? സൃഷ്ടികളുമായുള്ള ബന്ധം എന്താണ്? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നീ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്തായിരിക്കും? ഖബറിലേക്ക് നിന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ നിന്റെ കഥ എന്താണ്? മരിച്ചുപോയ നിന്റെ കൂട്ടുകാരുടെ കാര്യം എന്താണ്? ഇങ്ങനെ ചിന്തിക്കാൻ മനുഷ്യന് അനേകം കാര്യങ്ങളുണ്ട്. പരലോകത്തിൻ്റെ കാര്യം എന്താണ്? ഞാൻ ഓരോ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടാൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച എൻ്റെ കഥ എന്താണ്? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹുവിനോട് നീ സംസാരിക്കുക ഒറ്റയ്ക്കിരുന്ന്. കുറേ സൂഫികൾ പറയുന്ന പോലെയല്ല, ഇരുട്ടുള്ള റൂമിൽ ഒരൊച്ചയും കേൾക്കാത്ത രൂപത്തിൽ 5 ദിവസം ഒറ്റയ്ക്കിരിക്കുക, അങ്ങനെയല്ല. അത് ബിദ്അത്താണ്. ഞാൻ പറഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവനെ പരിശോധിക്കാനുള്ള സമയങ്ങൾ അവന് വേണം. അതിൽപ്പെട്ടതാണ്, അതിന് ധാരാളം സഹായിക്കുന്ന ഒരു സമയം ചിലപ്പോൾ ആൾക്കാരപ്പുറത്തുണ്ടെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയം. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ശൂന്യമാകുന്ന സമയമാണ്. കുറേ ചിന്തിച്ചിരുന്നാൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. മനസ്സ് ശൂന്യമായാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം മനസ്സ് ശാന്തമാകുന്ന സമയമാണ് ഉറക്കത്തിൻ്റെ സമയം. അതുകൊണ്ട് ചിലർ പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ അവൻ ചിന്തിക്കുന്ന സമയം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണ്. ചില ആളുകൾ ആ സമയം വൃത്തികേടുകൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളാണ്. വേറെ ചില ആളുകൾ ഫോണിൽ അങ്ങനെ ഇരുന്നിട്ടാണ് കിടക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ച എന്ന രൂപൻ്റെ ദിക്റുകളൊക്കെ ചൊല്ലി, അള്ളാഹുവിന് ദിക്ർ ചൊല്ലി ഇബാദത്തുകൾ ചെയ്ത് ശുദ്ധിയിലായിട്ട് കിടക്കാനുള്ളതാണ്. അപ്പം ആ സമയത്ത് ചിന്തിക്കാം. ചിലപ്പോൾ ആ ഉറക്കത്തിൽ പിന്നെ നീ എണീച്ചൊന്നും വരില്ല. നിന്നെ പിന്നെ എഴുന്നേൽപ്പിക്ക് ഉൽക്കുമ്പോൾ നിനക്ക് ജീവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ പോക്ക് ചിലപ്പോൾ അവസാനത്തേതായിരിക്കാം. നമുക്ക് ആർക്കും അറിയില്ല. ഈ ഇരിക്കുന്ന 2 ദിവസം മുന്നേ 2-3 ദിവസം മുന്നേ നമ്മൾ ഒരു ദർശന് പങ്കെടുത്തപ്പോൾ അന്ന് നമ്മളോടൊപ്പം പങ്കെടുത്ത ഒരു സഹോദരൻ തൗഫീഖ്, അല്ലാഹു റഹ്മഹു വഗഫർ ലഹു, അല്ലാഹു അദ്ദേഹത്തെ പുറത്തു കൊടുക്കട്ടെ, അന്ന് അദ്ദേഹം സജീവമായി ദർശനുണ്ടായിരുന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്ന അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരമാണ്. നമുക്ക് ചെറുപ്പക്കാരൻ 24 വയസ്സ്.
ഇത്ര പ്രായം പോലും ഇല്ല. നമുക്കൊക്കെ എത്ര വയസ്സുണ്ട്? മരണം അള്ളാഹു നിശ്ചയിച്ച് ചിലപ്പോൾ അടുത്തന്നെ ഉണ്ടായിരിക്കും. എന്താണ് അതിന് കാരണമാവുക അറിയില്ല. എങ്ങനെയായിരിക്കും മരണം? അല്ലാഹു അലം. മരണം അടുത്ത് തന്നെയുണ്ട്. തയ്യാറായിരിക്കുക. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയം എത്ര അധികമുണ്ട് എന്ന് പറഞ്ഞാലും ഇനി കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്രയെല്ലാം നമുക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞാലും 30 വയസ്സായ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇനി അവന് ബാക്കിയുണ്ടാവും? 40 ആയവൻ്റെ കഥ എന്താണ്? 50 ആയവൻ്റെ കഥ എന്താണ്? 60ഉം 70ഉം ഒക്കെ ആയവൻ്റെ അവസ്ഥ തന്നെ. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞേക്കണം 40 എത്തിയാൽ തൗബ പുതുക്കണം എന്ന് പറഞ്ഞേക്കണം. 40 വയസ്സെത്തിയ തൗബ പുതുക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഉദ്ർ നൽകാനുള്ള വയസ്സ് അവന് നൽകി കഴിഞ്ഞു എന്നാണ്. ഇനി ഉദ്റില്ല. 40 വയസ്സ് വരെ നിനക്ക് അവസരം തരുന്നത്. ഇത്രയും കാലം നിനക്ക് ജീവിതം തന്നു. ഇനി നീ നന്നായിട്ടില്ലെങ്കിൽ നിനക്ക് യാതൊരു ന്യായവുമില്ല. അതുകൊണ്ട് ഹദീസുകൾ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു മനുഷ്യൻ അവിടുന്ന് പറഞ്ഞ ഷെയ്ഖുസ്സാനി, വ്യഭിചാരിയായ വൃദ്ധനാണ്. അവൻ വയസ്സ് അത്രയും എത്തിയിട്ടുണ്ട്, എന്നിട്ടും നന്നായിട്ടില്ല, എപ്പോഴും വ്യഭിചാരത്തിലാണ്. അഊദു ബില്ലാഹ്. വലുതാകുന്നതിനനുസരിച്ച് നമ്മെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അള്ളാഹു റസൂൽ ഹദീസിൽ പറഞ്ഞ വൃദ്ധരെ ബാധിച്ചുകൊണ്ടിരിക്കും, വയസ്സ് കൂടുന്നതിനനുസരിച്ച് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ശീലങ്ങളുടെ അടിമയാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഹദീസിൽ വന്നപ്പോൾ ലാ യസാലു ഖൽബു ശൈഖി ശാബ്ബൻ ഫി ഹുബ്ബി സ്നതൈൻ, 2 കാര്യങ്ങളുള്ള സ്നേഹം മനുഷ്യന് പ്രായമാകുന്നതിനനുസരിച്ച് യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് വയസ്സാകുമ്പോൾ ഈ 2 യുവാവായിക്കൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും ശക്തി വന്നുകൊണ്ടിരിക്കുക. ഒന്ന് മരണത്തോടുള്ള വെറുപ്പാണ്, 2 ദുനിയാവിനോടുള്ള ആഗ്രഹമാണ്. ചില ആളുകൾ പൈസവനുസരിച്ച് ആർത്തി അങ്ങ് കൂടുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഒരു പെൻസിൽ പോലും വേറെ ആൾക്ക് കൊടുക്കൂല. അത്ര ശ്രദ്ധയിരിക്കും അവനവൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ. പ്രായമാവുന്നതിനനുസരിച്ച് അവർ പ്രായമാകുന്നതിനനുസരിച്ച് ദാനം കൂട്ടുക എന്നതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. കാരണം ഇതൊക്കെ വിട്ടെറിഞ്ഞ് പോകാൻ നിൽക്കഴിഞ്ഞ് ഇതെല്ലാം ബാക്കി ആർക്ക് കൊണ്ടുപോകാൻ? നീ മരിച്ച തൊട്ടടുത്ത ദിവസം മുതൽ വേറെ ആൾക്കാരുതായി. എന്തൊരവസ്ഥ! സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ഹറാമ് സമ്പാദിക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ, നീ ഇത്രയും കാലം ഹറാമ് സമ്പാദിച്ചതെല്ലാം അതിൻ്റെ എല്ലാ ശിക്ഷയും നിനക്ക്, നീട്ടത് ഉപയോഗിച്ചോ? ഇല്ല. മരിച്ച 2ാമത്തെ നിമിഷം മുതൽ അത് വേറെ ആളുടെ. എന്ത് നിനക്കതുകൊണ്ട് കിട്ടിയത്? എന്ത് ഉപകാരം ഇപ്പം ഇതുകൊണ്ടുണ്ടായത്? കുറേ ഓടിയെന്നല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം എന്താണെന്ന് ശരിക്കും ചിന്തിക്കുക. മരിച്ചാൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് ആലോചിക്കുക, നന്നായിട്ട് ആലോചിക്കുക. കാരണം ഇത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചുവരവിനില്ല. ഒരൊറ്റ അവസരമാണുള്ളത്. ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نسألك من خير ما سألك عبدك ونبيك ونعوذ بك من شر ما عاد منه عبدك ونبيك صلى الله عليه وسلم. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد ونسألك حسن عبادتك وشكر نعمتك ونسألك موجبات رحمتك وعزائم مغفرتك ونسألك من خير ما تعلم ونعوذ بك من شر ما تعلم ونستغفرك مما تعلم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء.
اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، صغيرها وكبيرها، سرها وعلانيتها. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا. اللهم اغفر لنا ذنوبنا كلها يا أرحم الراحمين. اللهم ادخلنا جنتك برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك وأنعم على نبيك محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.